അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ അന്നമ്മ ജോർജ് ആന്റിയാണ്. കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് അരോമ ടിവിയിൽ സാക്ഷ്യം പറഞ്ഞതായ കർത്താവിന്റെ ദാസി സിസ്റ്റർ റീന ഇക്ബാലിന്റെ വാത്സല്യ മാതാവും പ്രിയ ഇക്ബാൽ പാസ്റ്ററിന്റെ മദർലോയുമാണ് വാത്സല്യ മാതാവ്. തന്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ഇത് നമുക്ക് ഒരു അനുഗ്രഹവും പ്രചോദനവുമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. തന്റെ ഈ വാർദ്ധക്യ അവസ്ഥയിലും തന്റെ ഒരുപാട് പഴയകാല ഓർമ്മകൾ ഈ സമയത്ത് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. അത് നമുക്ക് ഏവർക്കും ഒരു അനുഗ്രഹമായി തീരുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതിലൂടെ ദൈവനാമമായി കൂടെ മോഹാന്തരമായി തീരുമല്ലോ. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രിയിൽ സാക്ഷ്യം പറഞ്ഞതായ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുമല്ലോ. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ കർത്താവിന് വിലപ്പെട്ട ദാസി പ്രിയ അന്നമ്മ ജോർജ് ആന്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധനായ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ആരോമ ടിവിയിലേക്ക് എന്നെ ദൈവം ഒരിക്കലായി നന്ദി പറയാണ്. എൻ്റെ പേര് അന്നമ്മ ജോർജ്. എൻ്റെ പ്രിയപ്പെട്ടവൻ കർത്താവിൽ വിശ്രമിക്കുന്നു. 4 വർഷം കഴിഞ്ഞ് എന്നെ വിട്ട് തിരിഞ്ഞു ദൈവത്തോട് ചേർന്നിരിക്കുന്നു. ഇപ്പോൾ ഞാനും എൻ്റെ മൂത്ത മകനും എൻ്റെ ഇളയ മകളും മാത്രമേ ഇവിടെയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ 2 പേരും, ഒരാൾ കർത്താവിൻ്റെ പേരിൽ പഞ്ചാബിൻ്റെ പ്രദേശത്ത് റിജി ജോർജ് എന്ന് പറയും, ഒരാള് റീന മോൾ വയനാട് പ്രദേശത്ത്. അവർ കുടുംബമായി അവരവിടെ ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം എൻ്റെ ദൈവം എനിക്ക് ഒരുക്കിയ വലിയൊരു നാമത്തിനായി നന്ദി പറയുന്നു. ഇതിനൊന്നും ഞാൻ യോഗ്യതയില്ല, എങ്കിലും ദൈവം എന്നെ ഒരുക്കിയല്ലോ, ആ ഒരു സന്തോഷം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്കിങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇതിന് മുന്നേ ഇങ്ങനെയുള്ള പരിചയത്തിൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ കേട്ടിട്ട്, എങ്കിലും അനേക സ്ഥലങ്ങളിൽ എൻ്റെ സാക്ഷ്യം ഞാൻ പറയാൻ എനിക്ക് ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ ദൈവം എന്നെ ഇത്രത്തോളം നിർത്തുന്നത്. എല്ലാവരെയും എനിക്ക് കൊച്ചുമക്കൾ 8 പേരുണ്ട്. മൂത്ത മോന് 3 പെൺമക്കള്, രണ്ടാമത്തെ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ട മകന് 2 പെൺമക്കള്. ആമക്കള് പെൺമക്കളാണ് തന്നിരിക്കുന്നത്. അതില് എൻ്റെ മൂത്ത മകളെ വിവാഹം കഴിച്ച് അവള് എറണാകുളത്ത് താമസിക്കുന്നു. രണ്ടാമത്തെ മോള്, മൂത്ത മോളുടെ പേര് കിസിയ, അവളെ വിവാഹം കഴിച്ച്. രണ്ടാമത്തെ മോളുടെ പേര് പെർസീസ്, അവളെ 1 വർഷമായി. ഇപ്പം അവള് ചെറിയ ജോലി കഴിഞ്ഞ അവളിപ്പോ ദുബായിലാണ് അവള് അവള് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ മോള് പ്രിസ്കില്ല, അവളാണ് ഇപ്പൊ എൻ്റെ കൂടെ ഉള്ളത്. പിന്നെ രണ്ടാമത്തെ മോന്റെ പേര്, 10 പേരുള്ള മോന്റെ പേര് റെജി ജോർജ്, ഭാര്യയുടെ പേര് ജൂലി ജോർജ്, മൂത്ത മകളുടെ പേര് ഏഞ്ചല, രണ്ടാമത്തെ മോളുടെ പേര് സാറ. ഏഞ്ചല മോൾ ഇവിടെ ഇല്ല, അവളെ പഠിത്തത്തിന് വേണ്ടി അവളെ പുറത്തു വിട്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ മകള് റീന ഒരു വയനാടിന്റെ പ്രദേശത്ത് താമസിക്കുന്നു, കർത്താവിന്റെ വേലയിൽ, അതിമഹത്വമായ വേലയിൽ. അവർക്ക് 3 ആൺമക്കളാണ് കൊടുത്തിരിക്കുന്നത്. മൂത്ത മോന്റെ മോളുടെ പേര് റീന കർത്താവിന്റെ പേര് പാസ്റ്റർ, മുസ്ലിം ഭാഗത്തുനിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ട മകനാണ്. കർത്താവിന്റെ സന്നിധി അവര് സന്തോഷമായി കർത്താവിന്റെ വേലയിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയിൽ അവർ ജീവിക്കുന്നു. മൂത്ത മോന്റെ പേര് മനശ, രണ്ടാമത്തെ മോന്റെ പേര് ജോണ്, ഇളയ മോന്റെ പേര് ജോഷു. കൊച്ചുമക്കള് ആയിട്ട് എനിക്ക് സന്തോഷമായി. അവരെ ഓർക്കുവാനും പ്രാർത്ഥിപ്പാനും എനിക്ക് ദൈവം തന്നിരിക്കുന്ന അവസരത്തിനായി നന്ദി പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവൻ പോയെങ്കിലും കർത്താവിൻ സന്നിധിയിലായിരിക്കുന്ന ഓർത്ത് എന്നെ പല ദുഃഖങ്ങളുണ്ടെങ്കിലും ദൈവസേനയിൽ ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷിപ്പാനല്ലാതെ മറ്റൊന്നിനും വകയില്ല. ഇനിയും എനിക്ക് എൻ്റെ ചെറു ബാല്യകാലത്തെ ജീവിതം ഞാൻ പറയാൻ ഓർക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ജില്ലയിൽ പള്ളംപാക്കിൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ അമ്മയുടെ വീട് പള്ളമടുത്ത് ചിങ്ങവനം എന്ന് പറയും. എൻ്റെ അമ്മ വീട് അവിടെയാണ്. അങ്ങനെ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടെങ്കിലും ചെറുപ്രായത്തിൽ തന്നെ
ആ കോട്ടയം പ്രദേശത്ത് ഞങ്ങൾ അവിടുന്ന് വീഴാനിടയായി. ആ ചെറിയ ഓർമ്മകൾ മാത്രമേ എനിക്കുള്ളൂ. അന്ന് എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ആ കോട്ടയത്ത് നിന്ന് ആ പള്ളത്തുനിന്ന് ഞാൻ യാത്ര പറയാൻ വയനാട് പ്രദേശത്തേക്ക്. എൻ്റെ അപ്പൻ ഒരു മിലിറ്ററിക്കാരനായിരുന്നു. അങ്ങനെ മിലിറ്ററി പതിപ്പായിട്ട് ഒരു 5 ഏക്കർ സ്ഥലം വയനാട് പ്രദേശത്താണ് കിട്ടിയത്. ഒരു വലിയൊരു വനക്കാടായിരുന്നു കിട്ടിയത്. അത് മുഖേന അവര് എൻ്റെ അപ്പൻ്റെ കുടുംബക്കാരും ചേട്ടാനിമാരും ഒരു 3 ആണുങ്ങളായിരുന്നു. എൻ്റെ അപ്പന് അപ്പച്ചനില്ലായിരുന്നു, അപ്പച്ചൻ മരിച്ചുപോയി. അങ്ങനെ അവരെയൊക്കെ വിരിഞ്ഞ് ദൂരത്തേക്ക് താമസിക്കാനായിട്ട് എൻ്റെ അപ്പൻ ആഗ്രഹം വന്ന ഒരു മിലിറ്ററിക്കാരനാണല്ലോ. ആ ഒരു ചിട്ടയോടുകൂടി ആ നല്ല കനാം ദേശത്തുള്ള സ്ഥലം വിട്ടിട്ട് എൻ്റെ അപ്പൻ വനത്തിലേക്കാണ് പോകാനായിട്ട് ആഗ്രഹിച്ചത്. അങ്ങനെയൊക്കെ ഞങ്ങൾ ചെറുപ്രായം, അന്ന് എനിക്ക് 3 പേരെ ഞങ്ങൾ മക്കളുള്ളൂ. എൻ്റെ നേരെ ഇളയത് എൻ്റെ ആങ്ങളെ ബാബു എന്ന് പറയും, രണ്ടാമത്തത് ഒരു സഹോദരി, അത് സുഗ്രാമി എന്ന് പറയും. അങ്ങനെ ഈ 3 മക്കളും അപ്പനും അമ്മയായിട്ട് ഞങ്ങളെ അവിടുന്ന് യാത്ര പറഞ്ഞ് വയനാട് പ്രദേശത്തേക്കാണ് വന്ന് കയറിയത്. അങ്ങനെ ഞങ്ങൾക്കൊരു പരിചയമോ ഒരാൾക്കാരും ഇല്ലായിരുന്നു. എൻ്റെ അപ്പന് വളരെ കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഏതൊരു ചെന്നാലും ജീവിക്കാൻ ഒരു വലിയൊരു സന്മനസ്സുള്ള ഒരാളായിരുന്നു. പിന്നെ എന്നു വെച്ചാൽ ഒരു മിലിറ്ററിക്കാരാണേലും ഒരു ദൈവത്തിന്റെ വലിയൊരു ദൈവഭക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. എൻ്റെ അപ്പന്റെ കുടുംബം മുഴുവൻ CSA കുടുംബമാണ്. അതുകൊണ്ട് ചെറുപ്രായം മുതലേ പിന്നെ ആ CSAയിലുള്ള ആ പ്രാർത്ഥനയും ആ ഒരു വലിയൊരു ഭക്തിയൊക്കെ ഉള്ളത് കൂടിയാണ്. അതുപോലെയാണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. ഞാൻ പറയട്ടെ, വയനാട് അന്ന് ഞാൻ കോട്ടയത്ത് നിന്ന് വരുമ്പം സ്കൂളിൽ ഇപ്പോഴത്തേക്ക് എനിക്ക് സമയമായിട്ടില്ല. 4.5 വയസ്സ് വരെ ആയിട്ടുള്ളൂ. പിന്നെ അന്നത്തെ പഠിത്തം എന്താണെന്ന് വെച്ചാല് ഇന്നത് ആർക്കും അത് അറിയത്തില്ല. എഴുത്തോല എന്നെ കൊണ്ട് ആശാമ്പള്ളിപ്പുറത്തി കൊണ്ട് ചേർത്ത് നിരത്തിരുത്തി മണലിനകത്ത് കൈയുണ്ടു എഴുതി ആശാന്മാര് എഴുത്തോല ഉണ്ടാക്കിയിട്ട് എഴുത്തോലക്കകത്ത് അവര് ഇങ്ങനെ അവരുടെ നാരായം വെച്ച് എഴുതി തരും. അതാണ് അന്നത്തെ പഠിത്തം. ഇന്നത്തെ ബാലവാടി സ്കൂളിലല്ലോ അന്നൊന്നും. ആ ഒരു അക്ഷരങ്ങൾ മൊത്തം ഞാനങ്ങ് പഠിച്ച് 22 ഓല ഉണ്ടായിരുന്നു എനിക്ക്. ആ ഓലയൊക്കെ ആയിട്ട് വന്ന് വയനാടിന്റെ പ്രദേശത്ത് വന്നപ്പം വനമല്ലേ, എവിടെയാ ഉള്ള എഴുത്തോലയായിട്ട് പോയിട്ട് ഒരു മനുഷ്യനെ പോലും കാണാൻ പറ്റാത്തൊരു സ്ഥലത്താണ് വന്നുകൊണ്ടത്. അച്ഛന് പരിചയമുള്ള ഒരു കുടുംബവും മറ്റോ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്നപ്പോൾ നമുക്ക് ആരാധിക്കാൻ പോകാനുള്ള സൗകര്യങ്ങളില്ല, പള്ളിയില്ല, അടുത്ത പള്ളിയില്ല, പള്ളിക്കുടമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വന്നിരുന്നത്. പിന്നെ പോയിട്ട് കത്തോലിക്ക പള്ളിയുണ്ട്. കത്തോലിക്ക പള്ളി കുറേ ദൂരെയാണ്. എവിടെയെങ്കിലും ആരാധന കൂടുന്നുണ്ട്. അങ്ങനെ എൻ്റെ അപ്പൻ മനസ്സിലോടെ കത്തോലിക്കയിലേക്ക് ചെന്നങ്ങ് ചേർന്നു. അങ്ങനെ ചെന്ന് ചേർന്ന് ഒരു 10 കിലോമീറ്ററൊക്കെ നടക്കണം, വാഹനമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങൾ. അങ്ങനെ അന്ന് കൂടി ഒരു വർഷം ഈ വനം എടുത്തിട്ട് ഞങ്ങൾ മാറി താമസിച്ചു. ചെറിയൊരു കുടിലൊക്കെ വെച്ച് കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് ഈ വനത്തിലേക്ക് വരുന്നത്. 5 ഏക്കർ അങ്ങനെ കളം പോലെ കിടക്കുന്ന സ്ഥലമാണ്. ചെറിയൊരു റോഡുണ്ട് ഇങ്ങനെ വരുന്നത്, കുതിരപ്പാണ്ടി ലൈൻ എന്ന് പറയും. അവിടെ വാഹനം ഒന്നും എല്ലാ കാലത്തും വല്ല ലോറി തടിയായിട്ട് പോകുന്നത് മാത്രമേ അത് ഭയങ്കര കൊണ്ടുപോയി. അങ്ങനെ ആ വനത്തിന്റെ നടുക്ക് ഒരു ചെറിയൊരു വീടൊക്കെ പണിക്കാരെ കൂട്ടാനൊന്നുമില്ല, തന്നെത്താനെ ഒരു വീടൊക്കെ കാട്ടിക്കൂട്ടി എങ്ങനെയൊക്കെ എനിക്കറിയത്തില്ല. ഞങ്ങളെ മരച്ചോട്ടിക്ക് ഇരുത്തും. മരച്ചോട്ട് ഇരുത്തിയിട്ട് നോക്കുന്ന മുഴുവനും അപ്പനും അമ്മയും പണിയാൻ ഇറങ്ങുമ്പം ഞങ്ങളെ വലിയ മൃഗങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത്. അന്ന് ഈ പുലി കണ്ടമാനുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ഈ ഹരിജനങ്ങൾ എന്ന് പറയുന്ന കൂട്ടരുണ്ട്, ക്രിസ്ത്യൻ എന്ന് പറയുന്നത്. അവര് വലിയ അമ്പും വില്ലും തൂക്കൊക്കെ ആയിട്ടല്ലോ. അപ്പൊ അവരിങ്ങനെ നമ്മളെ അവർക്ക് കാണുമ്പോൾ പേടിയാ. നമ്മള് നാട്ടിൽ നിന്നൊക്കെ നമ്മളെ കാണുമ്പോൾ അവര് കാട്ടുജാതികൾ പോലെ. അങ്ങനെ അവരായിട്ട് എൻ്റെ അപ്പച്ചൻ പരിചയപ്പെട്ട് പിന്നെ അവരാണ് ഞങ്ങൾക്ക് കാവല്. അവരിങ്ങനെ നിന്നും ഒരു ദിവസം കൊണ്ട് ഒരു വീടുണ്ടാക്കി. അപ്പൊ ആ വീടിന്റെ ആകൃതി എന്ന് നോക്കിക്കോ എന്തായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് മരങ്ങൾ വെട്ടി തൂണൊക്കെ ഇട്ട് എന്തൊക്കെയോ കൊച്ചൊക്കെ മറച്ച് ഓലക്കെട്ട് മാത്രം 2 കെട്ട് ഓല കൊടുക്കും. അങ്ങനെ ഒരു ദിവസം കൊണ്ട് ആ വീടുണ്ടാക്കി. ആ വീട്ടിലാണ് ഞങ്ങൾ താമസം. ഞങ്ങൾ 3 കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങളെ 3 കുഞ്ഞുങ്ങളെ ഒരു തട്ടുണ്ടാക്കി തട്ടിന്റെ മോഡിൽ ഇരുത്തിയിട്ടാണ് അപ്പനും അമ്മയും ജോലിക്കാറ്. അപ്പൻ എന്നാന്ന് വെച്ചാൽ വലിയ മിലിറ്ററിയിലെ വലിയ ഫൂട്ടൊക്കെ ഉണ്ട്. ആ ഫൂട്ടൊക്കെ ഇട്ടിട്ട് അതൊക്കെ പടച്ചെട്ടുന്ന പോലെ അപ്പച്ചൻ അതൊക്കെ ഇട്ടിട്ടാണ് പാമ്പിനെയൊക്കെ ചവിട്ടി കൊല്ലുക. അടിക്കുകയില്ല, ഒറ്റ ചവിട്ടിന് പാമ്പിനെ കൊല്ലും.
അങ്ങനെ അപ്പച്ചൻ കാട് വെട്ടാറുണ്ട്. അപ്പച്ചന് കൂടെ അമ്മയായിരുന്നു ചെറുതായിട്ടൊക്കെ. എന്നിട്ട് നോട്ടം മുഴുവൻ ഞങ്ങളെ കൊണ്ടുപോകില്ല. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇരിക്കുക, ഞങ്ങൾ 3 കുഞ്ഞുങ്ങളുടെ ഒരു തട്ടിന്റെ മുകളിൽ കയറി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു പാമ്പ് കയറി വരും. ഞങ്ങൾ മൂന്നും കൂടെ ഭയങ്കര ഞങ്ങൾ 3 കൂടെ കെട്ടിപ്പിടിച്ച് കൂവി. അന്നേരം അപ്പച്ചൻ ഓട്ടി വരിക. അയ്യോ കുഞ്ഞുങ്ങൾക്ക് എന്താ അപകടം, നോക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ആദ്യമായിട്ട് കാണാൻ ഇങ്ങനത്തെ ഒരു സാധനത്തിന്. വലിയൊരു പാമ്പ് കയറി ഓരയുടെ ഇടയ്ക്കിടെ കയറി ഞങ്ങളുടെ ഞങ്ങൾ ഇരിക്കുന്ന കട്ടിൽ ഇങ്ങനെ നോക്കിയിരിക്കുക പാമ്പ്. അപ്പച്ചൻ ഓടി വന്നു ഞങ്ങളെ വാരി. അപ്പൊ ഞങ്ങളിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അപ്പച്ചൻ കാണുന്നില്ല. അപ്പച്ചൻ ആ പാമ്പിനെ വാലയിലെടുത്ത് അടിച്ചു കൊന്നു. ഇങ്ങനെ ഒരു വിഷമുള്ള എന്തോ പാമ്പായിരുന്നേ. എന്നിട്ട് പിന്നെ ഞങ്ങളെ ഇങ്ങോട്ട് പിന്നെ മരത്തിൽ ചൂട്ടി. അപ്പൊ വീട്ടിൽ ഞങ്ങൾ ഇരിക്കുകയല്ല, മരത്തിൽ ചൂട്ടി. അങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യകാല ജീവിതം. പിന്നെ ഞങ്ങൾക്ക് സ്കൂൾ പഠനത്തിന് വേണം ഇപ്പം ഇല്ലെങ്കിൽ അവിടുന്ന് ഒരു 8 കിലോമീറ്റർ ദൂരെയാണ് ചെറിയൊരു സ്കൂളുള്ളത്. 4 ക്ലാസ് കുഞ്ഞുങ്ങളല്ലേ, 3 പേരില്ലേ, ഞാനും എൻ്റെ ആങ്ങളെ സ്കൂളിൽ പോകാറായിട്ടുള്ളൂ ചെറുതായിട്ട്. അവിടുന്ന് എനിക്കൊരു 6 വയസ്സ് അപ്പുറത്തിനായി. എന്നെ അപ്പച്ചൻ എൻ്റെ ആങ്ങളെ എന്നെ ഇങ്ങോട്ട് പോയി. അങ്ങനെ സ്കൂളിൽ പോയാൽ അച്ഛൻ എടുത്തോണ്ട് വേണം വരാൻ. എടുത്തോണ്ട് അങ്ങോട്ടും പോകണം. എടുത്തു കുറെ വനത്തിക്കൂടെ വന്നാൽ എടുത്തോണ്ട് പോകും. അങ്ങനെ ആയിട്ട് പിന്നെ ആ പഠിത്തം തന്നെ അവിടെ നിർത്തി പോകാൻ പറ്റാതെ പിന്നെ വീട്ടിലിരുന്ന് ഈ എഴുത്തോല അക്ഷരങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ട് മലയാള എഴുത്തോല അക്ഷരങ്ങൾ ഇങ്ങനെ പഠിച്ചു. പക്ഷെ ഭയങ്കര വിഷമമായി, ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അവിടെ പിന്നെ അത് കഴിഞ്ഞ് 2 കൊല്ലം കൂടെ കഴിഞ്ഞ്, ആ 2 കൊല്ലം കൂടെ കഴിഞ്ഞ് അത്രയും കൂടെ എനിക്കപ്പോൾ പ്രായമായി. കഴിഞ്ഞ് കുറച്ചൊരു തെളിച്ചു ആയപ്പോൾ പിന്നെ സ്കൂളിൽ 2 ആളെ വിട്ടു. ഇപ്പോഴത്തേക്കും കുറച്ച് വാരങ്ങളൊക്കെ തിരിഞ്ഞ് അങ്ങനെ പോയി. അങ്ങനെ പറയുവാണെങ്കിൽ ചുരുക്കം ക്ലാസ്സിലെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതിനുള്ള അവസരമേ എനിക്ക് കിട്ടിയുള്ളൂ. പിന്നെ 4-ാമത്തെ കുഞ്ഞുണ്ടായി. പിന്നെ വീട്ടിൽ ആളില്ല, ഡ്രസ്സില്ല ഇട്ടോട്ട് പോകാൻ. മാറിയ നനഞ്ഞ ഡ്രസ്സ് പിന്നെ ഉണങ്ങിയില്ല. അതൊന്നും ഇന്നത്തെ പോലെ യൂണിഫോം മറ്റുള്ള യാതൊന്നും ഇല്ലല്ലോ. വലിയ ബുദ്ധിമുട്ടാണ്, ദാരിദ്ര്യമുണ്ട്. എന്നാലും അതൊക്കെ അങ്ങ് ഒതുക്കും. പിന്നെ ഇഷ്ടംപോലെ കൃഷി അങ്ങോട്ട് എടുത്ത് വിളഞ്ഞങ്ങോട്ട് 100 മേനി വെച്ചങ്ങോട്ട് വിളവ് അങ്ങോട്ട് ഉണ്ടായിരിക്കും. അത് ഉണ്ടായാലും വിൽക്കാൻ വിറ്റുകളെ നമുക്ക് പൈസ കിട്ടാൻ പറ്റില്ല. അത് 12-14 കിലോമീറ്റർ തലയെ വെച്ച് ചുമന്നോട് വേണം പോകാൻ. ഇഞ്ചി കൃഷി, കപ്പ കൃഷി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് അതെല്ലാം ഭയങ്കര വിളവല്ല, ഭയങ്കര വനമല്ലേ, ഭയങ്കര വളക്കൂറുള്ള മണ്ണല്ലേ. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെ പഠിപ്പിക്കാനോ കൊണ്ടുപോകാനോ ആ ഒരവസ്ഥ ഇല്ലാത്ത പിന്നെ എന്നെ 2ാമത് കൊണ്ട് ചേർത്ത് സ്കൂളിൽ കൊണ്ട് ചേർത്ത്. അങ്ങനെ ആ 2ാമത്തെ പ്രാവശ്യം പോയിട്ടും പിന്നെയും ബുദ്ധിമുട്ടായി. എന്നെ തന്നെ വിടാൻ പേടിയായി. അങ്ങനെ പിന്നെ എന്നെ വീട്ടിലിരുന്ന് എൻ്റെ അപ്പച്ചൻ കുറേശ്ശെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച്. അപ്പച്ചന് അല്പം വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. പുള്ളി ചെറുപ്പത്തിലെ അപ്പം മരിച്ചോട് പുള്ളി ഒരു യാത്രയൊക്കെ ചെയ്തതാണ്. അങ്ങനെയാണ് പുള്ളി ഈ മിലിറ്ററിക്കാരാണ് കാണുന്നത്. അങ്ങനെ കുറെ പഠിച്ചു. അതോടുകൂടി എന്നെ അങ്ങ് സ്റ്റോപ്പ്. എന്ത് ചെയ്യാൻ. എന്നാലും എന്നെ അപ്പച്ചൻ എഴുന്നേറ്റ് എടുത്ത് ബൈബിള് വായിപ്പിക്കും, കണക്ക് പറയിപ്പിക്കും, ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ കൊച്ചു പണികളായി. ഇളയത്തിങ്ങളെ നോക്കണം, കുഞ്ഞുങ്ങളെ നോക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളായ കാരണം എൻ്റെ ഭാവി പഠിത്തത്തിൽ അല്പം വിഷമം വന്നു. അതിനോട് പറഞ്ഞു എൻ്റെ അപ്പച്ചന് ഭയങ്കര വിഷമമായി. അപ്പൊ അമ്മ പറഞ്ഞു, മോളെ പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടാണ്. അച്ഛൻ പറഞ്ഞു, സാരയില്ലടി, അവൾക്ക് പഠിത്തം കുറവായാലും അവള് ബുദ്ധിയുള്ളവളാണ്, അവള് അനുഗ്രഹപ്പെടുന്നു. അങ്ങനെ ഞങ്ങളുടെ ബാല്യപ്രായം അങ്ങനെയാണ്. എൻ്റെ മാസം വയനാട് എന്ന് പറഞ്ഞ പ്രദേശത്ത് അവിടെ ഞങ്ങള് താമസിച്ചു വളർന്നു വന്നു. എൻ്റെ അപ്പൻ നല്ലൊരു യോദ്ധാവെന്ന് പറഞ്ഞാൽ നല്ല ദൈവഭയമുണ്ട്. ആരെയും പുള്ളിക്ക് മറ്റുള്ള മദ്യം കുടിക്കുന്നത് ഇങ്ങനെ വെറുപ്പത്തുള്ള പലതരം ഓരോരുത്തരൊക്കെ അവിടെ ഇവിടെ അപ്പനെ കൊണ്ട് വേണം സ്ഥലം മേടിപ്പിക്കാൻ. അല്ലാതെ വേറെ എന്ന സ്ഥലം കമ്മ്യൂണിസ്റ്റുകാർ നോക്കും സ്ഥലം കൊടുക്കില്ല. മണിയങ്കോട് എന്ന് പറയും. മണിയങ്കോട് ജന്മിട്ടിക്കപ്പോണെങ്കിൽ അച്ഛൻ ചെന്നെങ്കിലേ കൊടുക്കുള്ളൂ. അപ്പൊ അച്ഛനും കൂടെ കുറെ പേര് കൂടി എന്താ പരിസരങ്ങൾ അപ്പൊ അച്ഛനും അത് കേട്ടപ്പോൾ ഭയങ്കര താല്പര്യമായി. നമുക്കൊരു അയലോക്കം വരണം. അങ്ങനെ ചെറിയ ചെറിയ പാർട്ടിക്കൊക്കെ അച്ഛനുകളെ കൂട്ടിക്കൊണ്ടുവന്ന് രാപകലും നടന്നിട്ട് സ്ഥലം മേടിച്ചു. അങ്ങനെ അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് അയലോക്കങ്ങളായി. കുറച്ച് ദൂരെ 5 ഏക്കർ 6 ഏക്കറൊക്കെ ദൂരെ മാറി കിട്ടി. ഞങ്ങൾക്ക് മാത്രമേ 5 ഏക്കറുള്ളൂ. അപ്പൊ പിന്നെ അയലോക്കമായി. അപ്പൊ കുറച്ചുകൂടെ സൗകര്യങ്ങളായി.
അപ്പോഴെന്റെ കാര്യം പെൻഡിങ്ങിലായി നിൽക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞപ്പോ എന്റെ അമ്മച്ചിയുടെ അമ്മ വന്നു കോട്ടയത്ത്. അമ്മച്ചി അപ്പൊ ഗർഭിണിയായി, പ്രസവത്തിനൊക്കെ സമയങ്ങളൊക്കെ ആയി. അമ്മച്ചിയുടെ അമ്മ വന്നപ്പോ അയ്യോ മോളെ പഠിപ്പിച്ചില്ല, അമ്മ പഠിപ്പിച്ച വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്ക് 9 വയസ്സിലേക്ക് 9 വയസ്സിലെത്തി ഈ അമ്മച്ചി എന്നെ അടുത്ത്, ഈ വല്യമ്മച്ചി എന്നെ കൊണ്ട് സ്കൂളിൽ കൊണ്ടുചേർന്നു. അപ്പൊ ഇച്ചിരിയൊക്കെ അപ്പൊ എന്റെ ഇളയത്തിങ്ങൾ രണ്ടും അവര് 3ലും 4ലും എത്തി. ഇപ്പം എന്നെ കൊണ്ട് ചേർന്നപ്പോ ആ ടീച്ചറോട് പറഞ്ഞു, മോളെ ഒരു 3ാം ക്ലാസ്സിൽ ചേർക്കണം, അവൾക്ക് ഇത്രയും പ്രായം, അവൾക്ക് എല്ലാം അറിയാം, ടീച്ചറെ ആവട്ടെ, അവളെ ഒന്ന് 3ാം ക്ലാസ്സിൽ. ആ ടീച്ചർ സമ്മതിക്കില്ല. അങ്ങനെ ഒരിക്കലും ചേർക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ പറഞ്ഞ് എന്നെ ഒരു 3ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്ത്. എനിക്കാണെ ഭയങ്കര നാണമായി. എന്റെ ഇളയത്തിങ്ങള് എന്റെ ഒപ്പം പഠിക്കുമ്പോൾ ഞാൻ 3ൽ പഠിക്കുമ്പോൾ മോശമല്ലേ, ഞാൻ പറഞ്ഞു ഞാൻ പോയില്ല, എനിക്ക് നാണക്കേടാ, പഠിക്കുന്ന എങ്ങനെയും ഞാൻ പഠിക്കാം, എനിക്കിഷ്ടമല്ല ഇപ്പോ, ഞാൻ തന്നെ പറഞ്ഞിട്ട് എന്റെ പഠിത്തം അത് വിറ്റിങ്ങിലാക്കി. അത്രയൊക്കെ ഉണ്ട് എന്റെ ജീവിതത്തിൽ അർത്ഥം. പിന്നെ ഇന്നത്തെ ജീവിതമല്ലല്ലോ, അന്നൊക്കെ മാതാപിതാക്കന്മാർക്ക് മക്കൾ ധാരാളം വേണമല്ലോ. അങ്ങനെ എന്റെ അമ്മ പിന്നെയും 2.5-3.5 വയസ്സാകുമ്പം മൂത്തത് ഞാൻ, പിന്നെ അതിന്റെ ഇളയതുണ്ടായി. അങ്ങനെ എന്റെ അമ്മയ്ക്ക് 8 മക്കളായി. എന്റെ അമ്മയെ ഒത്തിരി ബുദ്ധിമുട്ടി, സാരമില്ല, എന്നാലും എന്റെ അപ്പൻ അത്ര വാത്സല്യമായി നോക്കുന്നോണ്ട് അതെല്ലാം അമ്മ സഹിച്ചുകൊണ്ട് അമ്മ അപ്പന്റെ കൂടെ നിന്ന് അപ്പൻ ഒരു താങ്ങായി കൊടുക്കുന്ന ഒരു അമ്മയായിരുന്നു. അങ്ങനെ അവർ രണ്ടും ഇതെല്ലാം കൂടെ ഈ അപ്പൻ നല്ല ഒരു ഇതിലാണ്. ആർക്കും എന്ത് പ്രശ്നം വന്നാലും രോഗം വന്നാലും അപ്പൻ എടുത്തുകൊണ്ട് പോകും. അവിടുന്ന് അന്ന് വാങ്ങാനുമില്ല, എടുത്താണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ചാക്കൊക്കെ കെട്ടി കല്ലെ കസാറ കെട്ടി എടുപ്പിച്ചപ്പോ അങ്ങനെ അപ്പനെല്ലാം അതിനെല്ലാം സഹായിക്കും. ചെറിയ ചെറിയ അയൽവക്കക്കാർ വന്ന് കുറെ ദൂരെ വന്ന് കൂടി പരമായി. ഇത് വന്നപ്പം എല്ലാ സൗകര്യങ്ങളും ആയി വന്നപ്പോൾ എൻ്റെ അപ്പന് പെട്ടെന്നൊരു മാനസിക വിഷമങ്ങൾ വന്നത്. മാനസിക വിഷമം എന്ന് പറഞ്ഞാൽ അത് ആഭിചാര പ്രവർത്തകരാണ്. അപ്പനെ കൂടിയ ആൾക്കാര് അവരെക്കാട്ടിലും സാമർത്ഥ്യം അപ്പച്ചനുണ്ടെന്ന് പറഞ്ഞപ്പം അവരെന്തൊക്കെയോ ദുരാലോചന കൊണ്ട് എൻ്റെ അപ്പച്ചനെ നശിപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു. എന്നുവെച്ചാൽ ഒരു കേസ് ഉണ്ടെങ്കിൽ എൻ്റെ അപ്പനെ വിളിച്ച് ആ കേസ് തീർപ്പിക്കും. ഒരു കള്ളത്തരം ഉണ്ടെങ്കിൽ കള്ളം പിടിപ്പിക്കും, കള്ളം തെളിയിപ്പിക്കും. അങ്ങനെയൊക്കെ ഒരു വർഗീസ് എന്നാ പേര് കേട്ടോ. അപ്പച്ചന്റെ പേര് വർഗീസ്, അമ്മയുടെ പേര് അന്നാമ്മ. അങ്ങനെ ആയി കഴിഞ്ഞ് ഈ അപ്പച്ചൻ മിലിറ്ററിക്കാരനല്ലേ, മിലിറ്ററി അല്ലേ, പുറമേ പോയി ഇവരുടെ കൂടെയൊക്കെ എന്തോ മദ്യം കഴിച്ചു തോന്നുന്നു. മദ്യത്തിലാണ് ഈ വിഷം കൊടുത്തതാണ് കേൾക്കുന്നത്, അറിയത്തില്ല. അങ്ങനെ അപ്പന്റെ മാനസികമായ ചിന്തകൾ മൊത്തം വിട്ടുപോയി. അങ്ങനെ ഇന്ന് പിന്നത്തെ കാര്യമൊക്കെ പറഞ്ഞാൽ പിന്നെ എന്ന് വെച്ചാൽ പുള്ളിക്ക് പിന്നെ ഞങ്ങളെയൊക്കെ ഞങ്ങളെ ഉപദ്രവിക്കുകയില്ല. പുള്ളിക്ക് അങ്ങനെ വലിയൊരു വിഷമങ്ങൾ വന്നു. യാതൊരു തരത്തിലും പള്ളിയിൽ നിന്ന് അച്ഛൻ വന്നു അവിടെ കൊണ്ടുപോയി എവിടെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത്, പല കത്തോലിക്കയില്ല, അതൊന്നും പുള്ളിക്ക് അത്ര വലിയ വിശ്വാസമില്ല. അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞു തലശ്ശേരിയിൽ ഒരു മന്ത്രവാദിയുണ്ട്, ഭയങ്കര മന്ത്രവാദിയാണ്, നമുക്ക് ആ മന്ത്രവാദി അപ്പന് സ്വഭേദമില്ല, അപ്പനെ പിടിച്ചു വെച്ച് ഇവരെല്ലാവരും കൂടി അവിടെ കൊണ്ടുപോയി ഇതെല്ലാം ഒരു റൂമിലേക്ക്, അന്ന് എനിക്ക് ചെറിയ അറിവുണ്ട്, ഒരു റൂമിലേക്ക് അങ്ങോട്ട് വെച്ചു. അപ്പനെന്ന് പറഞ്ഞാൽ നേരം വെളുത്ത് അധ്വാനിക്കുന്ന മനുഷ്യൻ. പുള്ളിയെ കാണണമെങ്കിൽ രാത്രി പാതിരായ്ക്കൊക്കെ പറ്റിന്നൊക്കെയാ പുള്ളി വരുന്നത്. അത്രയ്ക്കും പുള്ളിക്ക് മനസ്സിനങ്ങ് ഉണ്ടായില്ല അങ്ങനത്തെ പുള്ളി. പിന്നെ പുള്ളി ഞങ്ങളെ മക്കളെ ഓർമ്മയില്ല, ഭാര്യയെ ഓർമ്മയില്ല, ആകെ നിരാശയായി വിഷമമായി. പുള്ളി ആരെ ഉപദ്രവിക്കുകയല്ല, എല്ലാവരോടും സ്നേഹത്തിൽ ഇടപെടും. എന്നാൽ ചില സമയത്ത് പുള്ളിക്കൊരു വിഷമമുണ്ട്. ആ വിഷമം വരുമ്പോ ആരും ഒന്നും പുള്ളിയോട് സംസാരിക്കാൻ പറ്റിയല്ല. മക്കളായാലും ഞങ്ങളൊക്കെ പേടിച്ചിരിക്കും കേട്ടോ. പിന്നെ അന്ന് മക്കളെയും പറഞ്ഞ് കെട്ടിപ്പിടിച്ചുമ്പോ വെച്ച് പിന്നെ അങ്ങ് പോകും. അപ്പൊ എങ്ങനെ ഈ തലശ്ശേരി ഈ മന്ത്രവാദി കഴിക്കെ കൊണ്ടുപോയപ്പോ പുള്ളിക്ക് ആ ഭൂമി കയറിയപ്പോ പുള്ളിക്ക് ബോധം വന്നേ. പുള്ളി അവിടുന്ന് പറഞ്ഞാണ്, നിങ്ങളെന്നെ മന്ത്രം ചെയ്യിപ്പിക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടുന്ന് പറഞ്ഞാടി പുള്ളി പോകുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത് എനിക്ക് സമ്മതിച്ചില്ല, രണ്ടാമത് കൊണ്ടുപോയി പുള്ളിയെ എന്തോ മയക്കുമരുന്ന് വരെ കൊണ്ടോ കൊടുത്തിട്ട് പുള്ളി അതിനകത്ത് ഇരുത്തി. എന്നിട്ട് പുള്ളിയെ ഓർമ്മ കഴിക്കുക, എന്തൊക്കെയോ ചെയ്തു. അത് കഴിഞ്ഞപ്പം അമ്മയും കൂടെ കൊണ്ടുപോകണം മന്ത്രവാദി പറഞ്ഞ്, ഭാര്യയും ഭർത്താവും പറഞ്ഞു, പിന്നെ അമ്മയും കൂടെ കൊണ്ടുപോയി. അപ്പൊ എങ്ങനെയെങ്കിലും ഇത് തീരണം എന്നുള്ളൊരു വിഷമമല്ലേ ഈ പാത വിട്ട് മാറട്ടെ, ആ ഒരു ഓർമ്മയാണ്. അങ്ങനെ അമ്മയെ കൊണ്ടുപോയി. അമ്മയ്ക്ക് കൊണ്ടൊരു അമ്മയ്ക്ക് ആകെ വിഷമമായി.
അങ്ങനെ മന്ത്രവാദി തകിട്ട് മറ്റത് മറിച്ചത് എന്ന് വേണ്ട അപ്പന്റെ കാലയില് കഴുത്തേല് എല്ലാം ആരക്കെല്ലാം തകിടൊക്കെ കെട്ടി ഒക്കെ ഓർമ്മയുണ്ട്. എല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. എവിടെ ആദ്യം പോയതിനേക്കാളും മുഴുവൻ ഭ്രാന്താ പിന്നെയും വരുന്നത്. യാതൊരു കുറവുമില്ല. ഭയങ്കര വിഷം. പുള്ളിക്ക് ഉറക്കമില്ല, പുള്ളി ഭക്ഷണം കഴിക്കുകയില്ല, ആകെ ഇതായി. അങ്ങനെയായിട്ട് അങ്ങനെ ഒരു ഒരു വർഷക്കാലം ഭയങ്കര പ്രതികൂലവും വിഷമമായിട്ട് ഇത് എന്ത് ചെയ്യും, എങ്ങനെയാണ്. പള്ളിയിൽ അച്ഛൻ കൊണ്ടുവരും, അച്ഛനെ കൊണ്ടൊന്നും ഒന്നും പറ്റുന്നില്ല. അച്ഛൻ വന്നിട്ട് എന്നെ അടുത്ത് ഈ തകിടും സാധനങ്ങളും എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് അച്ഛൻ കൊണ്ടുപോയി എന്ത് കാണിച്ചോ അവിടെ കുറുമ്പാലപ്പള്ളി പറയുക മാണിച്ചു പറഞ്ഞു. അച്ഛൻ കൊണ്ടിട്ട് അതൊക്കെ ഉണ്ടോ എന്നോ കുറിച്ചിട്ട് പറഞ്ഞു, ഇനി വർഗീസിനെ ഒന്നും പേടിക്കണ്ട, എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ, എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അന്നേരം അച്ഛൻ ചോദിക്കുന്നത്, അച്ഛോ അത് എന്നതാന്ന് അച്ഛന് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇടയ്ക്ക് ബോധമുണ്ട്, എനിക്കത് മനസ്സിലായി അച്ഛ, ഇതുകൊണ്ടൊന്നും പാടില്ല, കർത്താവ് യേശുക്രിസ്തുവിനെ കൊണ്ടല്ലാതെ ഇത് മാറ്റാൻ പറ്റില്ല. പുള്ളി അങ്ങ് പറയുക. അതിനൊക്കെ പുള്ളി ഇടയ്ക്ക് ബൈബിള് വായിക്കും, പുള്ളി ഇതിനൊക്കെ എന്നാലും ഭയങ്കര ബുദ്ധിമുട്ട്. അവിടുന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളി ഒരു ചെറുതായിട്ടൊരു യാത്ര ചെയ്തപ്പം ഒരു ദേവദാസനെ കണ്ടു. ബന്ധുക്കോസിന്റെ അനുഭവം ഒന്നും അവിടെ ഇല്ല, അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അങ്ങനെ ആ ബന്ധക്കോസുകാരനുമായിട്ട് കണ്ടുമുട്ടി, പുള്ളിയായിട്ട് അല്പമായി സംസാരിച്ചു. പുള്ളി അങ്ങോട്ട് ചോദിച്ച്, എന്നിട്ട് എന്റെ അപ്പനെ എന്ന് വെച്ചാൽ ആര് കണ്ടാലും പെട്ടെന്ന് ഇങ്ങോട്ട് ഇടപെടിയല്ല വെച്ചാൽ പുള്ളിയുടെ ആ മുഖത്തീതി അങ്ങനെയാണ്. അപ്പൊ പുള്ളി അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ എവിടെയുള്ളതാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾ ഏതാണ്, നിങ്ങളുടെ കൂടുവരെ എവിടെയാ, നിങ്ങൾ എവിടെ ആരാധന. അന്നേരം പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ബന്ധക്കോസിലെ ഒരു പാസ്റ്ററാണ് ഞാൻ ഇത്ര വർഷമായിട്ട്. അപ്പൊ പുള്ളി ഓരോന്നോരോന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി ചോദിച്ചു, എന്നോട് ഇത് ചോദിക്കാൻ കാരണമില്ല. അന്നേരം പുള്ളിക്ക് മനസ്സിലായി അച്ഛാൻ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. അച്ഛായെന്നെ വിളിച്ചത്. അച്ഛാൻ എന്തെങ്കിലും വിഷമമുണ്ടോ? ആ, എനിക്ക് വിഷമമുണ്ട്. എന്താ അച്ഛന് വിഷമം? എനിക്ക് കുറെ നാളോട്. അപ്പൊ തന്നെ ആ പുള്ളി ദൈവദാസന് വെളിപ്പെട്ട് ഈ അപ്പന്റെ വയറ്റില് വിഷം കൊടുത്തിട്ടുണ്ട്, കൈവിഷം. അങ്ങനെ ആ ദൈവദാസനെ വഴിക്കുന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ആ ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു പ്രാർത്ഥിച്ചു. അപ്പനെ കുടിക്കാൻ വെള്ളം കൊടുത്ത് ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥിച്ചു കേട്ടോ. ഇങ്ങനെ കീഴടങ്ങി ഇരുന്ന് പിടിച്ചു കേട്ടോ. അങ്ങനെ കുടിക്കാൻ വെള്ളം കൊടുത്തു. കുടിക്കാൻ വെള്ളം കൊടുത്ത് ആ കൊടുത്ത സാധനങ്ങൾ മുഴുവൻ ആ വെള്ളത്തിൽ കൂടെ ഛർദ്ദിച്ചു. ഈ കൊടുത്ത സാധനങ്ങൾ മദ്യമായിരിക്കും കുടിച്ചത്. വിരിഞ്ഞ് പച്ച കളറില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന. അപ്പം ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോ അപ്പച്ചനെ കുറിച്ച് സുഖകരം കിട്ടി, പ്രാർത്ഥിച്ചു. അന്നേരം അപ്പച്ചൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ദൈവം മതി, ഈ ദൈവത്തിലാണ് ഞാൻ ഇത്രയും നാളും നടന്നത്, എനിക്ക് ഈ ഒരു ദൈവം മതി. ഇനി കത്തോലിക്ക പള്ളിയിലെ വിമാരാധനയോ മറ്റുള്ളവരൊന്നും ഞാനിനി പോകുന്നില്ല, എനിക്ക് ഈ മതി എന്ന് പറയാം. എനിക്ക് 14 കഴിഞ്ഞ് 15 വയസ്സിലേക്ക് ഞാൻ കയറുന്നു. എൻ്റെ ഇളയത്തുകള് പഠിക്കുന്നു, എല്ലാവരും. അപ്പം ആ കൂടെ ചുറ്റുപാടുള്ളവർക്ക് ഭയങ്കര പരിഹാസമായി. ഒരു ദിവസം മുഴുവൻ ഞങ്ങളെ വീട്ടിൽ പാട്ടും പ്രാർത്ഥനയാണ്. ഭയങ്കര പരിഹാസം, ഞങ്ങളെ ഉപദ്രവിക്കാനുള്ള. അതെല്ലാം സഹിച്ചു. പിന്നെ അങ്ങനെ ആ ഒരു അനുഭവത്തിൽക്കൂടെ എൻ്റെ അപ്പന് സുഖേദം, അപ്പൻ നല്ല പഴയ ആളായിട്ടങ്ങ് മാറി. എൻ്റെ അപ്പച്ചന് അത്ഭുതം കിട്ടി. അങ്ങനെ കിട്ടി. അങ്ങനെ ഇരിക്കുന്നു. പക്ഷെ പെന്തിക്കോസ്തിലേക്ക് ഇത് പോയിട്ടില്ല. ഇതിലോട്ട് ചേരുവോ എടുക്കുന്നു, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ എനിക്ക് പലയിടത്തും പല കല്യാണാലോചന ചെറുതാന്നൊക്കെ 15-16 വയസ്സാകുമ്പോൾ തുടങ്ങും ആലോചന. പലരും ആലോചന വന്നപ്പോ അപ്പൊ അമ്മ പറയാ, അമ്മച്ചി പറയാ, അയ്യോ നമ്മൾ ഇതിലേക്കായ അവളെ ആരും കെട്ടിക്കൊണ്ട് പോവുകയല്ലോ, എല്ലാവർക്കും ഈ പെന്തക്കോസ് ജീവിതം തുറന്ന് മഹാ ആക്ഷേപമല്ലേ, അതുകൊണ്ട് മകളുടെ കാര്യം നീ ഇന്ന് മിണ്ടാതെ അല്ലാമേ, എന്തൊക്കെ നമ്മുടെ ദൈവം അതെല്ലാം നമുക്ക് വേണ്ടി കാര്യങ്ങൾ, നീ ഇത്രയും വലിയ അസുഖം എനിക്ക് മാറിയില്ല, പിന്നെയാണ് നമ്മുടെ കാര്യം സാരയില്ല. അങ്ങനെ ഞങ്ങള് ഈ പള്ളിയിൽ പോകാതെ, അച്ഛൻ പള്ളിയിൽ പോകില്ല, കത്തോലിക്ക പള്ളിയിൽ പോകാതെ ഒരു 2-2.5-3 വർഷം പോയി ഇങ്ങനെ കഴിഞ്ഞു. പിള്ളേർക്കൊക്കെ പോകും കേട്ടോ. പിള്ളേരെ പോകുന്നതിന് അനുവദിക്കും. പിള്ളേർക്കൊക്കെ പോകും. അവിടെ ചെന്ന് അവരുടെ ആദ്യ കുർബാന മറ്റുള്ള കാര്യങ്ങളെ ചട്ടത്തിനൊക്കെ കേൾക്കണം. അപ്പൊ അച്ഛൻ വരാതെ വീട്ടിൽ വരിക, എന്താ വർഗീസേട്ടാ പള്ളി വരാത്ത എന്താന്ന് പറയാം അച്ഛനോട് ചോദിക്കാം. അച്ഛനോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പം അച്ഛന് മുട്ടി പോവുക. ദൈവവചനത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അപ്പൊ അച്ഛനോട് ചോദിക്കുന്നത്, അച്ഛോ എവിടെ എഴുതിയേക്കുന്നത് ബിംബാരാധന ഇത് നമുക്ക് പാടണ്ടോ, ഈ ബിംബാരാധന മാറ്റി,
ഈ മാതാവിന്റെ രൂപം ഈ മാതാവ് എന്ന് പറയുന്നത് തന്നെയാണ് ആരാധന. ഇങ്ങനെ അച്ഛൻ ഓരോ ചോദ്യം അച്ഛന് വാങ്ങിട്ടത്. ആ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ് അച്ഛൻ കഴിഞ്ഞ് അച്ഛൻ പള്ളിയിൽ പോയി കഴിഞ്ഞ് പിള്ളേരൊക്കെ പോകും, ഞങ്ങളും പോകും. എനിക്കാണെങ്കിൽ പോകുന്നതും എനിക്ക് ഭയങ്കര വെറുപ്പ് പോലെ തോന്നുന്നു. ഇവരെ വേദോപദേശം പഠിക്കണം, ഇവരെ ആദുർവാനം സ്വീകരിക്കണം, കെട്ടിക്കാൻ കൊണ്ടുപോയി നിർത്തിയ ഇവരൊക്കെ മുഴുവൻ കാണാപ്പടം ചെല്ലണം. അപ്പൊ എനിക്കൊരു 10-14 വയസ്സായി. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ദൈവമേ, ഈ ഒരു വർഗം അല്ലാതെ ഏത് വർഗത്തിലായാലും എന്നെ കല്യാണം കഴിപ്പിക്കണം കർത്താവ്, ഇങ്ങനെ ഈ ഒരു യുഗത്തിലേക്ക്. അപ്പൊ ഞങ്ങളുടെ ചുറ്റുപാടൊക്കെ ഭയങ്കര മദ്യപാനികളൊക്കെ ആയി. അതൊക്കെ ആദായമില്ലല്ലോ. അപ്പൊ സ്വന്തമായിട്ട് വാറ്റ് വിടി എന്ന് വേണ്ട, അവിടെ വല്ലാത്തൊരു രീതികളല്ല. അപ്പൊ അച്ഛൻ അതിനൊക്കെ എതിരെടുക്കില്ല, പിന്നെ പോയില്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ ഹൃദയത്തിൽ ആഗ്രഹിക്കുക, കർത്താവെ, ദൈവത്തെ അറിയുന്നൊരു കുടുംബം മതിയായിരുന്നു, ഇങ്ങനെയുള്ള കുടുംബത്തിലേക്ക് എനിക്ക് വരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും പാസ്റ്ററെ. എന്നാലും അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് 19-ാമത്തെ വയസ്സിലാണ് എന്റെ കല്യാണം. അങ്ങനെ അച്ഛൻ ഈ മാനസിക രോഗം, ഞങ്ങൾക്ക് പുരയിടങ്ങൾ ഇഷ്ടം പോലുണ്ട്, വസ്തുക്കളുണ്ട്, വീട് മാത്രം ഞങ്ങൾക്കില്ല. മറ്റേ എന്റെ ആഗ്രഹമാരൊക്കെ പ്രായമായി. അപ്പൊ അച്ഛന് ഈ കല്യാണാലോചന പ്രായമാണ്. പലരും വന്നപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ള എനിക്ക് വീടോ സമ്പത്തോ പുരയിടോ അല്ല നോക്കുന്നത്, ഞങ്ങൾക്കൊരു പാവപ്പെട്ട കുടുംബം എന്ന് പറയുന്നത് പാവപ്പെട്ട കുടുംബത്തിലേക്കാണ് ഞാൻ അവരെ കെട്ടിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നതാണ്. എന്റെ 19-ാമത്തെ വയസ്സിലാണ് എന്റെ പങ്കാളി എനിക്ക് വേണ്ടി കാണുന്നത്. ആരെയോ ശുപാർശ പ്രകാരം. അല്ലെങ്കിൽ എപ്പച്ചൻ ഒരു മാനസിക രോഗിയല്ലേ, അപ്പൊ അവർക്ക് ഒരു അല്പം പേടിയുണ്ട്. ഈ മാനസിക രോഗിയിലേക്ക് നമ്മളൊരു പെണ്ണ് കാണാൻ ചെന്നാല് പേടി പുറമേ ഉണ്ട്, എന്തായി നമ്മളെ ആട്ടി ഇറക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അവിടുന്ന് എന്നെ കാണാൻ വന്നപ്പം ഞാൻ വീട്ടിലില്ല. ഞാൻ ഇഷ്ടംപോലെ പശുക്കളുണ്ട്. ഞാൻ പശുവിന് പുല്ലിരിക്കാൻ പോയി. പുല്ലിരിഞ്ഞ് പുല്ലും കെട്ടിക്കൊണ്ട് ഒരുപാട് എന്നെ കാണാൻ വന്നിരിക്കുന്ന ചെറുക്കന്റെ കൂട്ടുകാരും കൂടെ വാടിത്തിരിക്കുന്നു. എനിക്ക് പറയത്തില്ല. ഞാൻ എന്താ അടുത്ത് വേഗം പുല്ലൊക്കെ താഴെ ഇട്ടിട്ട് പെട്ടെന്ന് പശുവിനെ കറന്ന്. അപ്പൊ അമ്മ പറയുന്നുണ്ട്, മോളെ ചായ ഇടണം, പാലില്ലാന്ന്. പെട്ടെന്ന് അവരുടെ മുമ്പിൽ തന്നെ ആ പശുവിനെ കറന്ന് പാല് വേഗം കൊടുക്കുന്നു. അപ്പൊ കൊടുത്തിട്ട് ഇപ്പുറത്ത് വന്നപ്പോ എന്റെ അനീതി പറയാ, സൂനാമ്മ പറയാ, അത് ആരാ വന്നെന്ന് നിനക്ക് അറിയാമോന്ന് ചോദിച്ചു. ചേച്ചിക്ക് അറിയാമോന്ന് ചോദിച്ചു. ഞാൻ ചായ ചേച്ചിയെ കാണാൻ പറഞ്ഞ ആൾക്കാർ കണ്ടു. ഞാൻ പറഞ്ഞു, എന്നെ കാണാൻ? ചേച്ചിക്ക് കല്യാണാലോചനയാന്ന് പറഞ്ഞു. ഞാനങ്ങ് ചമ്മിപ്പോയി. എന്തൊരു കളിയാ. ഒരു കൂസലും കൂടാതെ അവരുടെ മുമ്പിൽ ഇരുന്ന് പശുവിനെ കറക്കുക, പാല് കെടുക്കുക, കൊടുക്കുക. ഇത് വീടല്ല, ചെറിയ വീടാ. അവിടുന്ന് ഇപ്പൊ അമ്മ പറഞ്ഞു, നീ ആ തുണിയൊക്കെ മാറണം. ഞാൻ പറഞ്ഞു, ഇനി എന്തിനാ ഞാൻ തുണി മാറുന്നത്? എന്റെ ഈ വേഷമല്ലേ അവര് കണ്ടത്, ഈ വേഷത്തിൽ കാണുന്നവർ മതി, ഇഷ്ടപ്പെട്ടാൽ മതി, അല്ലേ എനിക്ക് വേഷം. അപ്പനും നേരത്തെ പറയാൻ പറ്റിയല്ല. അപ്പൊ എന്നെ അപ്പച്ചൻ അവിടുന്ന് വിളിക്കുക, എനിക്കൊരു ഓമനപ്പേരുണ്ട്, ലില്ലിന്ന. ലില്ലിമോൾ എന്തിനേ ഒരു ഗ്ലാസ് ചായ ഇട്ടോണ്ട് വരാൻ പറ. ചായ ഇട്ടോണ്ട് വരാൻ പറ. പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റിയല്ലോ. പെട്ടെന്ന് ചായ ഉണ്ടാക്കി കൊടുത്ത്. അപ്പൊ എന്നോട് പറയാ, മോളെ, നിന്നെ കാണാൻ വന്നതാ കേട്ടോ, നിനക്ക് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കുക. അന്ന് മാതാപിതാക്കന്മാരാണല്ലോ സംസാരിക്കുന്നത്. ഇന്നത്തെ പോലെ സെപ്പറേറ്റ് സംസാരിക്കാനൊന്നും അന്ന് അവന് അനുവാദം. എനിക്കവിടെ ഞങ്ങള് ഒരാരെങ്കിലും പുറത്ത് വന്നാല് പാത്ത് നോക്കുകയുള്ളൂ, അല്ലെ പെട്ടെന്ന് ചാടി ഇറങ്ങാൻ പാടില്ല. അങ്ങനെയൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്നത്. ചിട്ടയാ, ഭയങ്കര ചിട്ടയാ. ഞാനെ കണ്ടുമില്ല, കാണാതെ ഒരു തരത്തിൽ ഞാൻ. അപ്പൊ ഒരു നോട്ടത്തിൽ ഞാൻ കണ്ടപ്പോ ഇയാൾക്ക് നല്ല ഉയരമാണ്. ഒറ്റ മിന്നായ്മ ഒരു നോട്ടം നോക്കിയുള്ളൂ, നല്ല ഉയരമാണ്. ഇതൊക്കെ കണ്ട് അവർക്ക് പോയി. അവർക്ക് ഇതിന് ഇഷ്ടപ്പെട്ടു. അവര് പറഞ്ഞു, അയ്യോ നല്ല മിടിക്കുക, നല്ല കൊച്ചാണ്, നല്ല. ഇപ്പൊ ഞങ്ങളുടെ സ്വഭാവ ഗുണം അച്ഛൻ അങ്ങനെ വളർത്തിയുണ്ട്. ഞങ്ങളെ മക്കളെ ഭയങ്കര താല്പര്യം എല്ലാവർക്കും, നല്ല രീതിയിലല്ലേ വളർത്തുന്നത്. അവരെ കണ്ട് ഇഷ്ടപ്പെട്ടൊക്കെ പോയി. അപ്പൊ ഞാനൊന്ന് മെല്ലെ അമ്മയോട് പറഞ്ഞു, അനിയത്തോട് പറഞ്ഞു, മോളെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അത് അനിയത്തി അത് അമ്മയോട് പറഞ്ഞു. അമ്മ അത് അപ്പച്ചനോ അച്ഛനോട് പറഞ്ഞു, എനിക്കത് ഇഷ്ടപ്പെട്ടിരുന്ന കേട്ടോ. അതൊന്നും സാരമില്ലെന്ന്. അപ്പൊ നമുക്ക് പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ പോയി എന്റെ കുടുംബം പോയി കണ്ടപ്പോ ഒരു ചെറിയ കൊച്ചൊരു വീട്, പന്തളമാണ് എന്റെ ഭർത്താവിന്റെ നാട്. അവര് വന്നിട്ട് 3 വർഷമായുള്ളൂ. അമ്മയും മോനും മാത്രമുള്ള. ആ മകന്റെ അപ്പച്ചന്മാര് നേരത്തെ ഒരു കുഞ്ഞുണ്ടായപ്പം അപ്പച്ചൻ മരിച്ചു, ചെറുപ്പത്തിലെ മരിച്ചു. അത് അപ്പനെ കണ്ടിട്ട് മോൻ ചെറുതായ. അങ്ങനെ അമ്മയും ഒരു മോനും മാത്രം. എന്റെ അപ്പൻ അവിടെ ചെന്ന് കുഞ്ഞൊരു വീട്, ഒന്നുമില്ല,
കൂലിപ്പണിക്കൊക്കെ പോയി ജീവിക്കണം. അപ്പൊ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ വാക്കൊന്നും പറഞ്ഞു. അപ്പൊ പോകുന്ന വഴിക്ക് അമ്മ പറഞ്ഞു, "ഛെ, ഒന്നും ഇല്ലില്ല അച്ഛാ, അവർക്ക് സാമ്പത്തികമായിട്ട് യാതൊരു ഇഷ്ടം. നീ ഒന്നും മിണ്ടാതെ, സാമ്പത്തികം ഇല്ലൊക്കെ സാമ്പത്തികം ഉണ്ടായിക്കോളും. നീ കള്ളു കുടിക്കാത്തതും മറ്റുള്ള സ്വഭാവമുള്ളവരും വേണ്ട, നല്ല സ്വഭാവമാണ്. സാരയില്ല, നമുക്ക് അവരെ താങ്ങുകൾ നടത്താമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ അപ്പന് അതിനുള്ള കഴിവിട്ടു. അങ്ങനെയാണ് എന്റെ വിവാഹം നടന്നത്. ആ ഒരു വീട്ടിലേക്കാണ് എന്റെ വിവാഹം കഴിഞ്ഞത്. അമ്മയും ഒരു മോനും മാത്രം. അങ്ങനെ പറഞ്ഞു. പിന്നെ സമ്മതിച്ച്. പിന്നെ എനിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഞാനങ്ങ് സമ്മതിച്ചു. വിവാഹങ്ങൾ നടത്തി. അങ്ങനെ എന്റെ വിവാഹം നടത്തി ദാസേ, ഒരു 8 വർഷം ഈ ഈ മകന് ഈ കാലിലൊരു അസുഖം ഉണ്ടായി. ചെറുതായിട്ട് എന്തോ ഒരു പോലെ. അപ്പം കല്യാണത്തിന് വരുമ്പോഴും ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇത് അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ദിവസം പറഞ്ഞ ചെരുപ്പിട്ട് തലമിട്ടു. അങ്ങനെ ഈ മോനൊരു ഇന്നത്തെ രോഗം ചെറിയ കാലിങ്ങനെ ചൊറിഞ്ഞു വല്ലാണ്ട് പൊട്ടു. ഞാൻ വേനൽക്കാലം. അങ്ങനെ 8 വർഷം എന്റെ ഭർത്താവ് രോഗക്കിടക്കെ കിടന്നു. ചെറുപ്രായമല്ലേ. ആ കുറച്ചു നാളൊക്കെ നടന്നു. ഒരു 2-3 മാസമൊക്കെ ഞങ്ങൾ സന്തോഷമായിട്ടൊക്കെ ജീവിച്ചു. സന്തോഷമൊന്നുമില്ല. പിന്നെ ഈ കാലി ഒറിഞ്ഞു പൊട്ടും. ആൾക്ക് ജോലിക്ക് പോകത്തില്ല, ഒരു പണിയും ചെയ്യില്ല, ആകെ വിഷം. അങ്ങനെ ആയപ്പോ എന്റെ അപ്പച്ചനും അമ്മച്ചിക്കും ഒക്കെ ഭയങ്കര നിരാശയായി. ദൈവമേ, അവളെ നമ്മൾ ഇങ്ങനെ ഒരു രീതി കൊണ്ടുപോയി ഇനി അവൾ എന്ത് ചെയ്യും? എനിക്ക് ഒരു കൂസലും ഇല്ല. എനിക്ക് ജോലി ഇഷ്ടംപോലെ ചെയ്ത് പഠിച്ചത് ഞാൻ എന്റെ അടുത്ത് വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ, എന്റെ ഇവിടുത്തെ ആയുധം ഉണ്ടല്ലോ, നമ്മളുടെ ഇവിടെ ജോലി ചെയ്യുന്ന ആയുധമുണ്ട്, അത് എനിക്ക് തരാൻ പറഞ്ഞു. എന്നോട് നീ എന്തിനാണ് നിനക്ക് എന്തിനാത്? അമ്മ, എനിക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പറമ്പുണ്ടല്ലോ, അതിനകത്ത് എനിക്ക് കാട് വെട്ടുകയും പണിയൊക്കെ ചെയ്യുന്നത്. അത് ഞാൻ ആയുധം എടുത്തുകൊണ്ട് പോയത് എന്തിനാ? പക്ഷേ എന്റെ ജീവിതം, എന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് പോയത്. ഞാൻ അത് എടുത്തിട്ട് പോയി. ഞാൻ കൂലിക്ക് പഠിക്കും. ഞാൻ കൂലിപ്പണിക്ക് മോനെ, റോയിമാനെ എനിക്ക് 2 വർഷം കഴിഞ്ഞ് എനിക്ക് മോൻ വയറ്റിൽ ജനിച്ചു. അങ്ങനെ ഞാൻ കൂലിപ്പണിക്ക് പോകും. അപ്പൊ എന്റെ ഭർത്താവിന് ഭയങ്കര വിഷമമായി. നിന്നെ കെട്ടി ഇത്രയും സൗകര്യമുള്ള നിന്നെ കല്യാണം കഴിച്ച് ഞാൻ കൊന്നു കിട്ടും, നീ കൂലിപ്പണിക്ക് പോയാൽ ഞാൻ എങ്ങനെ ജീവിച്ചിരിക്കും? ഒന്നും വിഷമിക്കണ്ട, നമുക്ക് സന്തോഷമാണ്. ഞാൻ ജോലി ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് പോയാൽ അന്ന് എല്ലാവർക്കും ചെയ്യുന്നതിലും കൂലി എനിക്ക് കൂടുതലുണ്ട്. വെച്ചാൽ അവരെക്കാളും നല്ലോണം പണിയെടുക്കുക. തെരുവാറ്റെന്ന് പറഞ്ഞ ഒരു ജോലിയുണ്ട് അവിടെ, പുല്ല് വരിച്ചിൽ. അത് വാറ്റിയിട്ടാണ് ഈ പുൽത്തൈലുണ്ടാക്കുന്നത്. ആ പുല്ലിരിയാനൊക്കെ പോയാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും എല്ലാവരെക്കാളും കൂടുതലായിട്ട് ഞങ്ങൾക്ക് അതൊക്കെ സ്വന്തം ഉണ്ടായിരുന്നു. സ്വന്തം വാറ്റ് പേരെയും പുല്ലും പുൽത്തൈലും ഒക്കെ എന്റെ അപ്പച്ചൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് കൂടുതൽ കിട്ടും. അങ്ങനെ ഇടയ്ക്ക് ആള് വരും എന്നെ ഒന്ന് താങ്ങാൻ, എന്തിനാ ചുമടിട്ട് വിടുക. അങ്ങനെ ആ കൂലിപ്പിടിക്ക് 8 വർഷം ഈ മനുഷ്യനെ ശുശ്രൂഷിച്ച് രാവിലെ കൊച്ചുപിള്ളേരെ തേച്ച് കുളിപ്പിക്കുന്ന പോലെ തേച്ച് കാലും കൈയെല്ലാം കാലൊക്കെ തേച്ച് കുളിപ്പിച്ച് മരുന്ന് കഷായം കൊടുത്ത് ഞാൻ പോകും. അപ്പൊ അമ്മച്ചിയുണ്ട്. അമ്മച്ചി ഭയങ്കര അമ്മച്ചിക്ക്. അപ്പൊ എന്നെ മൂത്ത മോനാ മൂത്ത മോൻ ജനിച്ചെങ്കിലും അവനെ നോക്കുന്ന മുഴുവൻ അമ്മച്ചിയാ. അങ്ങനെ ഞാൻ നോക്കി 8 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ അപ്പനും അമ്മയ്ക്കും ഭയങ്കര ഒരു വിഷമം തോന്നി. ഇനി ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും? എന്നെ വിളിച്ച് ചില ഗുണദോഷം പറയാൻ എന്നെ വിളിച്ചു. മൂത്ത മോന് 3.5 വയസ്സായി. എന്നോട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്തു, നിനക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. എന്താ? നീ ആ വീട്ടിലേക്ക് പോകട്ടെ കേട്ടോ. നീ ഒരു കുഞ്ഞല്ലേ ഉള്ളൂ, ഞങ്ങൾ നിന്നെ നോക്കിക്കോളാം. നീ ഇനി ആ വീട്ടിലേക്ക് പോകണം. നീ ഇത്രയും കഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവരൊക്കെ അറിയുന്നുണ്ട്, ഇടയ്ക്കൊക്കെ അറിയുന്നുണ്ട്. നീ പോകണം. പിന്നെ എന്താ ചെയ്യുന്നത്? ഇല്ല, ഞാൻ നീ ആ ബന്ധം വേണ്ട. എന്റെ അപ്പൻ പറഞ്ഞിട്ട് അമ്മയെ പറയിപ്പിച്ചത് പറയും എടുക്കാൻ പറ്റി. ഞാൻ പറഞ്ഞു, അതെ, നാടും വീടും ദൈവം അറിഞ്ഞിട്ട് ഒരുത്തിനെ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചതാണ്. ആ മനുഷ്യനെ വിട്ട് ഇനി ഞാൻ തിണ്ടി നടന്നാലും നിങ്ങളുടെ വീട്ടിൽ ബന്ധമല്ല. അതിന് ഭേദം ഞങ്ങൾ അവിടെ ഒരു എരുവേലി കയോ എന്ന് പറയും, വലിയൊരു കയം. എന്റെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ കയത്തിൽ എന്റെ കഴുത്തിൽ കല്ല് കിട്ടും, അവിടെ കൊണ്ട് താത്തോളാൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അത് പറഞ്ഞപ്പോഴത്തേന് എന്റെ അപ്പച്ചൻ എന്നെ കെട്ടി എന്ന് പിടിച്ചിട്ട് ഒത്തിരി വിമോചിച്ചിട്ട് പറഞ്ഞു, മകളെ, നിന്റെ വായിൽ നിന്നൊരു വാക്ക് ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചല്ല. അതുകൊണ്ട് ഇനി ഞാനത് പറയല്ല. പള്ളിയിൽ അച്ഛനൊക്കെ കൂടി തീരുമാനിച്ചു എന്റെ വേർപിരിക്കുന്നു, കല്യാണം വേർപിരിച്ചാലും സമ്മതിച്ചില്ല പാസ്റ്റർ. അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് 8 വർഷം കഴിഞ്ഞപ്പോഴത്തേനും എന്റെ ഭർത്താവിന്റെ രോഗം അല്പം മാറി. പിന്നെ ഇപ്പോൾ ഈ സർവേ പണി അറിയാം. സർവേക്ക് പോവും. അമ്മച്ചി കൊച്ചുമക്കളെ ഞാനും പോയി ജോലിക്ക്. അങ്ങനെ ഇരുന്ന കാലങ്ങളിലാണ് എനിക്ക്
പെട്ടെന്ന് എൻ്റെ അനുഭവത്തിലേക്ക് കയറുകയാണ്. നല്ല ആരോഗ്യം എന്നാ ഇപ്പോഴത്തെ പോഷകാഹാരങ്ങളൊന്നുമില്ല. കപ്പ വേവിച്ചതും മീനും കഞ്ഞിയൊക്കെയാണ് കുടിക്കുന്നത്. നല്ല ആരോഗ്യം. അങ്ങനെ ഞാൻ എനിക്ക് ചെറിയൊരു പല്ലുവേദന. അപ്പൊ എന്റെ ഭർത്താവാണെങ്കിൽ സൗമനാണ്, നല്ല സൗമനാണ്. എന്ത് വേണ്ടേലും ചെയ്യും. ഞാൻ അങ്ങോട്ട് വല്ലോ പറയല്ല, അത് എന്നോട് ഇങ്ങോട്ടും പ്രതിയുത്തരം പറയില്ല. അങ്ങനെ ഒരു മനുഷ്യനാണ്, വലിയ സൗമതിയാണ്. അപ്പൊ എനിക്കിതൊക്കെ വലിയ താല്പര്യമാണ് മനുഷ്യനെ. അങ്ങനെ ഇരുന്ന് മൂത്ത മോന് 3.5 വയസ്സായി. രണ്ടാമത്തെ ഗർഭിണി, ഇല്ല ഗർഭിണിയായിട്ടില്ല, 3 വയസ്സായി. അങ്ങനെ അപ്പൊ എനിക്ക് പെട്ടെന്നൊരു ഒരു പല്ലുവേദന വന്നു. ഈ പല്ലുവേദന ഉള്ളതുകൊണ്ട് വെയിൽ കൊണ്ട് പണിയെടുക്കാൻ പറ്റിയ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സഹിക്കാൻ വയ്യ, ഉറങ്ങാൻ വരാം. അപ്പം പള്ളിയിലാ എന്നെ CSIയിലാണ് കെട്ടിച്ച കേട്ടോ. അത് ഞാൻ പറഞ്ഞത് സോറി. എന്റെ പ്രാർത്ഥന പോലെ തന്നെ ഇതൊരു CSIക്കാരാണ്. കാരണം എനിക്കും ഒക്കെ താല്പര്യമേ. അപ്പൊ ആ പഴയ രീതിയിലേക്ക്, ആ ബൈബിൾ വായനയും ആ ബിംബാരാധന ഇല്ല, അവിടെ യാതൊന്നുമില്ല, ആ പ്രാർത്ഥന അല്ലാതെ വേറൊന്നുമില്ല. അങ്ങനെ CSIക്കാരനായപ്പോ ഞാൻ പറഞ്ഞു, ദൈവമേ അല്പം സ്വത്ത് കുറഞ്ഞാലും ദൈവത്തെ അറിഞ്ഞൊരു കുടുംബം എനിക്ക് കിട്ടിയത് മതി. എന്റെ അമ്മച്ചിയാണ്, എന്റെ അമ്മായിമ്മയാണ് എന്നെ കൈവിടല കൊണ്ടു നടക്കുന്നത്. എന്നെ ഒന്ന് നോക്കാൻ, എന്നെ ഒന്ന് ശാസിക്കാൻ പോലും മകനെ സമ്മതിക്കല. അത്രയ്ക്കും കാര്യം. അവളേന്ന് വിളിച്ചാൽ മുഴുവൻ വിളിക്കല. ഞാനും അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ജീവിക്കുക. അങ്ങനെ എനിക്ക് ഈ പല്ലുവേദന കൂടി ഞാൻ പല്ലെടുക്കാൻ വേണ്ടി പോയപ്പോ എന്റെ രണ്ടാമത്തെ ആങ്ങളെ എന്നോട് പറഞ്ഞു, പച്ചമ്മേന്ന് വിളിക്കുന്നു. പച്ചമ്മ ഒരു കാര്യം, നമുക്ക് മാനന്തവാടിക്ക് പോകാം, അവിടെ പോയാൽ പച്ചമ്മയുടെ പല്ലെടുക്കാം. പൈസ ഇല്ല, കാശില്ല. അങ്ങനെ എന്നെയും കൂട്ടി ഞങ്ങൾ പോയി. അങ്ങനെ ഇതൊക്കെ ഉണ്ട്. പല്ലെടുത്ത് ആ പല്ല് പിടിച്ച് പറിച്ചെന്ന് വെച്ചാൽ ഇന്നത്തെ പോലുള്ള ഇതല്ല, കടകടാന്ന് പൊട്ടുന്നതൊക്കെ നമുക്ക് തന്നെ കേൾക്കാം. അപ്പൊ എന്നോട് മോൻ പറയാ, ഞങ്ങൾ പറയാ, കൊച്ചമ്മയുടെ പല്ലെടുക്കുന്ന കണ്ടപ്പോ എനിക്ക് തന്നെ ഒരു പേടി തോന്നിയത്. ആ പല്ലെടുത്തോണ്ട് വന്നു കഴിഞ്ഞു, പല്ലിന്റെ വേര് പൊട്ടുമോ ഇരു പൊട്ടുത്തോ എന്താണെന്ന് ഒരു കാരണമാണ്. ആ വീട്ടിൽ വന്ന് കയറി. പിന്നെ നമുക്ക് 2 ദിവസം വിശ്രമിച്ച് 3-ാമത്തെ ദിവസം ജോലിക്ക് പോയി. വെയിലും കൊണ്ട് ജോലിക്ക് പോയി. പിന്നെ എനിക്കങ്ങോട്ട് വേദന അങ്ങോട്ട് കൂടി. എന്റെ പക്ഷേ വേദന കൂടിയിട്ട് പിന്നെ എനിക്ക് നിക്കക്കളിയില്ല. ഇപ്പൊ 2 പശുവൊക്കെ കിട്ടി കറവയിട്ട് അല്പമായ വിഷമങ്ങളൊക്കെ മാറി മാറി വരുന്നത് ചെറുതായിട്ട്. എന്നാലും ഉണ്ട് ഒരു ബാധ പോലെ. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വേദന. അമ്മയാണെങ്കിൽ കരച്ചിൽ നിരോളി. അവിടുന്ന് എല്ലാവരും വരിക, നോക്കുക, അതിനെ അന്വേഷിക്കുക. അവിടുന്ന് ചേലോടെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടപ്പോ അവര് പറഞ്ഞു 4 ദിവസം അവിടെ കിടത്തി. അവർ പറഞ്ഞു ഇന്നത്തെ പോലെയുള്ള സ്കാനൊന്നും വന്നില്ല. അവർ പറഞ്ഞു ഇനി പറ്റില്ല, ഇത് എന്തോ ഒരു തകരാറുണ്ട്, ഇത് എല്ലിന് വലിപ്പ് കയറിയിട്ടുണ്ടോ. അവിടുന്ന് പാസ്റ്റർ എന്നെ കൊണ്ടുവന്ന് വീട്ടിലേക്ക് വന്ന് ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ അരയ്ക്ക് വരുന്നവരെ വരെ ഞാൻ തട്ടി തെറിപ്പിക്കും, അതുപോലെ വേദന. ഒരു സാധനം എനിക്ക് കഴിക്കാൻ പറ്റില്ല, വാ കുടിക്കാൻ പറ്റില്ല. അവിടുന്ന് നമ്മുടെ പള്ളിയിലെ CSI അച്ഛനെയും കൂടെ കൂട്ടിക്കോട്ട് എന്നെയും കൂടെ പോവുക, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുക, കോഴിക്കോട്. അവിടുന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോണെങ്കിൽ ഇന്നത്തെ അവിടുന്ന് വയനാട്ടിൽ നിന്ന് പോണെങ്കിൽ തന്നെ വേണം, അന്നത്തെ കാലത്ത് വേണം 100-100 രൂപയുടെ അടുത്തോളം വേണം. എന്നെയും കൊണ്ട് പോയി അവിടെ ഡോക്ടറെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ഡോക്ടറെ നമുക്ക് പരിചയപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അച്ഛനെ അങ്ങോട്ട് പോയത്. പെട്ടെന്ന് ഞാൻ ഡോക്ടറെ കണ്ടുമുട്ടി, സംസാരിച്ച് എന്നെ നോക്കി എന്നെ നോക്കി ഒരു റൂമിലേക്ക് എന്നെ കയറ്റി എല്ലാം ചെക്കപ്പ് ഒക്കെ ചെയ്ത് ഇരുട്ടുള്ള റൂമിലാണ്. എന്തോ ഒരു സാധനം വെച്ചപ്പം, ഒരു കരണ്ട് അടിക്കുന്ന ഒരു സാധനം വെച്ചപ്പോ ഡോക്ടർക്ക് അന്നേരം മനസ്സിലായി. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ അറിഞ്ഞു. അപ്പൊ ഡോക്ടർ എന്താ അവരോട് പറഞ്ഞത് എനിക്കറിയത്തില്ല. അവനെ അവിടെ കിടത്തി 2 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും വന്ന് പറഞ്ഞെന്ന് ശരിയല്ല, അസ്ഥി കണ്ടവനെ പഴുപ്പ് കയറിയിട്ടുണ്ട്, യാതൊരു തരത്തിലും നിർത്തിയില്ല, അതുകൊണ്ട് അസ്ഥി എടുത്തു കളയണം. പിന്നെ എന്നെ ഇങ്ങ് വിടുക. പിന്നെ അപ്പം അച്ഛനും ഭർത്താവിനോടൊക്കെ പറഞ്ഞു. എന്റെ കൂടെ ആൾക്കാരൊക്കെ ഉണ്ട്. അവർ നിരാശപ്പെട്ടിട്ട് ഞാൻ ഇവരുടെ മുഖം കണ്ടപ്പോ, എന്നോട് ഇവർ മിണ്ടുന്നില്ല. ഇവരുടെ മുഖം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ ഗുരുതരമായ അപകടമാണല്ലോ. അതുകൊണ്ടാണ്. അപ്പോഴും എന്റെ ഓർമ്മ, എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളെ ആരും നോക്കും. ഈ എന്റെ ഭർത്താവിനാണെങ്കിൽ രോഗമുള്ള ഒരു മനുഷ്യൻ, എന്താവും. ഞാനിങ്ങനെ പിന്നെ എനിക്ക് ചിന്തകളൊക്കെ മാറി, ഭയങ്കര ചിന്തകളാണ്. അങ്ങനെ എന്നെ കിടന്ന് മടങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നെ ഇവിടെ കൊണ്ട് കിടത്തി മരുന്നുകളൊക്കെ ഇഷ്ടം. 2-ാമത്തെ പോക്ക് പോവുക, അസ്ഥി എടുക്കേണ്ട എല്ലാ ഇടപാടിനും പോവുക. അച്ഛൻ അമ്മ വീട്ടിലപ്പ അച്ഛനോ അമ്മ അറിഞ്ഞ് എല്ലാവരും ഭയങ്കര കൂട്ട നിലവിളി. എല്ലാവർക്കും വലിയ വിഷമമായി.
അവിടുന്ന് ഞാൻ എന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു വീടാ, വീട്ടിലിങ്ങനെ എന്നെ ഇങ്ങനെ കിടത്തുന്നത്. എനിക്ക് ഒത്തിരി കൂട്ടുകാരും സപാടികളുണ്ട്. ഞങ്ങളെ ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് കൂട്ടുകാരും എല്ലാരും വന്ന് എന്നെ ഒരു കാഴ്ച വസ്തുവായിട്ട് എന്നെ ഇട്ടിരിക്കുക കാണാൻ. അതിനിടയ്ക്ക് ഒരൊറ്റ അലറും. അത് അപ്പോഴത്തേനും ഭർത്താവായാലും അമ്മച്ചിയായാലും ആരും അതിൽ അവരെ തട്ടി തെറിപ്പിക്കും. പക്ഷെ മരണവേദന ഒരു വേദന അതൊരു തരത്തിൽ വിടുതലില്ല. മാസമേ ഞാൻ പറഞ്ഞു ഇങ്ങനെ നിലവിളിയാ, കിടന്ന് നിലവിളിച്ചായിരുന്നു, ഒന്നും കഴിക്കാനും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു 4 കിലോമീറ്റർ ദൂരെ ഒരു ചെറിയൊരു ഹോളും ചെറിയൊരു കുടിവരവുണ്ട്, ഒരു പെന്തക്കോസ്ത് ആരാധന. ഞാൻ പോയില്ല, എനിക്ക് പോയാൽ അമ്മച്ചിക്കൊന്നും ഇഷ്ടമല്ല. ഉള്ളിൽ ചെറിയൊരു താല്പര്യം പോലെയൊക്കെ എനിക്ക് തോന്നി, ചെറിയ വലിയല്ല. അങ്ങനെ ആയിട്ട് എനിക്ക് തന്നെ തോന്നി. ഞാൻ ഈ മരണവേദന കടന്ന് അനുഭവിക്കുന്ന സമയത്താണ് അവിടുന്ന് 24 കിലോമീറ്റർ ദൂരെ അരപ്പറ്റേന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, അവിടെ ഒരു ചെറിയൊരു പ്രദേശത്ത് ഒരു വീട്ടില് ഒരു ദേവദാസൻ ഉപസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 21 ദിവസം ഉപവാസമാണ്. ഒരു പ്രായമുള്ള ദേവദാസനാണ്. ആ ദേവദാസന് ദർശനം കിട്ടി. ഞങ്ങൾ തരിയോട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഞങ്ങൾ താമസിക്കുന്നത്. 24 കിലോമീറ്റർ, 12 കിലോമീറ്ററിന്റെ വണ്ടിയുള്ളൂ, ബാക്കി 12 കിലോമീറ്റർ നടക്കണം. എഴുതി കാണിച്ചു കൊടുത്തു, അഡ്രസ് എഴുതി കാണിച്ചു. അരപ്പറ്റേന്ന് 12 കിലോമീറ്റർ വണ്ടിയെ കയറ്റി തരിയോട് എന്ന് പറഞ്ഞ സ്ഥലം, അവിടുത്തെ പോസ്റ്റ് എല്ലാം എഴുതി പാസ്റ്ററെ കാണിച്ചു. ആ പാസ്റ്റ് അതും വെച്ചോണ്ട് പിറ്റേ ദിവസം രാത്രി 12 മണിക്കാണ് പാസ്റ്റർ ഇത് കാണുന്നത്. അത് വെച്ചോണ്ട് പാസ്റ്റർ അതും വെച്ചോണ്ട് നടന്ന് ബസ് കയറി പിന്നെ നടന്ന് ഈ തരിയോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പാസ്റ്റർ വന്ന് ഇറങ്ങി. അപ്പം എൻ്റെ ഭർത്താവിന് അവിടെ ഒരു പാൽ സൊസൈറ്റി ഉണ്ട്, അവിടെ ചെറുതായിട്ട് ജോലി കിട്ടി സെയിൽസ്മാനായിട്ട്. അവിടെ ജോലി ചെയ്തെനിക്ക്. അപ്പൊ ജോർജ് എന്ന് പറഞ്ഞാൽ വലിയ കേഴുക, കിഴക്കടത്ത് ജോർജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കേഴുക. അങ്ങനെ ആ തരിയോട് എന്ന് പറഞ്ഞ ആ ചെറിയൊരു സിറ്റിയിൽ വന്ന് ഈ ദൈവദാസൻ ഇറങ്ങിയപ്പോൾ അന്വേഷിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ അവിടെ ഇല്ല. പുള്ളിക്കാരൻ വീട്ടിലേക്ക് വന്നു. അങ്ങനെ അന്നേരം അവര് പറഞ്ഞു കൊടുത്ത്, ഈ വഴിക്കടെ കുറച്ചങ്ങ് പോകണം, കുറച്ചങ്ങ് പോയി 1 കിലോമീറ്ററോളം നടക്കണം. അപ്പൊ റോഡ് സൈഡിലാണ് ഒരു വീടെന്ന് പറഞ്ഞു. അവിടെ ആൾക്കാർ പരിചയപ്പെടുത്തി. പുള്ളി അവിടെ നിന്ന് നടന്ന് ഞാനിങ്ങനെ കിടത്തിരിക്കുക. വീട്ടിനകത്ത് ഒരു ചെറിയൊരു കട്ടിലേക്ക് ഇങ്ങനെ കിടത്തി. എൻ്റെ അമ്മച്ചി ചൂടുവെള്ളം ചൂടാക്കിയിട്ട് തുണി കൊണ്ട് മുക്കിയിട്ട് എൻ്റെ ചുണ്ട് കരിക്കും. ഇങ്ങനെ കരിക്കത്തില്ല, ഒരു സാധനം തുറക്കത്തില്ല. അതുപോലെ അത് നോക്കിയിട്ട് കഴിവുള്ളൂ. അല്ലേ എനിക്ക് ബോധമില്ലാതെ കിടക്കുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. ബോധമുള്ളപ്പോൾ വന്നാലും ഞാൻ അടിച്ചു കൊടുക്കും. അടിയല്ല, ഭയങ്കര ബഹളമാണ്. അപ്പൊ ഇങ്ങനെ നടന്നു. അവിടുന്ന് പാസ്റ്റർ വന്ന് വീട്ടിലേക്ക് കയറാൻ വരിക. ചെറിയൊരു ഇടവഴി കയറിയിട്ട് റോഡിൽ നിന്ന് കുറച്ചുള്ളൂ കയറിയപ്പോ എൻ്റെ ഭർത്താവ് പ്രിയപ്പെട്ടവൻ ഇങ്ങനെ കൈ താടിക്കും കൊടുത്ത് ചെറിയൊരു ആർപ്ലേസിൽ ഇങ്ങനെ മൗനപ്പെട്ടിരിക്കുക. അപ്പൊ എൻ്റെ സവാരികളൊക്കെ കൂട്ടുകാരെല്ലാം വന്ന് കാണുക, എന്നെ കാണാൻ. എനിക്ക് വരികയാണ്, ദൂരെ ഒന്ന് കാണുകയുള്ളൂ. അപ്പൊ ഈ പാസ്റ്റർ ചോദിച്ചു, ഈ വീട്ടിലുള്ള മകളാണോ സോല, ആരാന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. ഇങ്ങനെ ഒരു അവസ്ഥയെ കിടക്കുക. അപ്പൊ ഉടനെ പാസ്റ്റർ ചോദിച്ചു, വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല, ദൈവനാമ മഹത്വത്തിന് വേണ്ടി വന്നതാണ്, അതുകൊണ്ട് വിശ്വസിച്ചാൽ ആ സൗഖ്യത്തില്ല. അപ്പൊ പുള്ളി ഒന്നും പറയുന്നില്ല, പറയാത്തൊരവസ്ഥയാ. അന്നേരം പുള്ളി പറയാ, അതിന് ശരിയാവില്ല, അത് വിഷമത്തിൽ കൂടുതൽ ഡോക്ടർ ഇന്ന രീതിക്കോ. അപ്പൊ നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുന്നു പറഞ്ഞു. അപ്പൊ പുള്ളി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തലയാട്ടി. അത്ര പൂർണ്ണ ഇതല്ല, വിശ്വാസത്തിലേക്ക് ഇല്ലല്ലോ. ഇത്രയും വലിയ ഡോക്ടറെ എനിക്ക് ചെന്ന് എത്രയും വലിയ നടന്നുകൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ ഇനിയാണ് അത് സൗഖ്യം വരുന്നുള്ള ആ ഒരു ബോധി തോന്നി. പുള്ളി ഇങ്ങനെയാണ് ഒരു ചെറിയൊരു ഇതുപോലെ എനിക്ക് തോന്നിക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു ചെറിയൊരു ഇതുപോലെ എനിക്ക് തോന്നിയത് ഇങ്ങനെ ആൾ വന്നെന്ന്. അവിടുന്ന് ഈ പാസ്റ്റർ ചോദിച്ചു, ഞാനിന്ന് പ്രാർത്ഥിക്കട്ടെ. പുള്ളി ചെറുതായിട്ടൊന്ന് തലയാട്ടി. പ്രാർത്ഥിച്ചോളെ. അങ്ങനെ പുള്ളി കയറി എന്നെ കണ്ട് പാസ്റ്ററെ പുള്ളി പ്രാർത്ഥിച്ചു. പുള്ളി ഒരുപാടൊന്നും പ്രാർത്ഥിച്ചില്ല, എന്നോട് വിളിക്കാനും പറയാനൊന്നും നിന്നില്ല. എനിക്ക് എന്നെ വിളിക്കാൻ പറ്റിയത് അങ്ങനത്തെ അവസ്ഥയാണ്. അങ്ങനെ പുള്ളി പ്രാർത്ഥിച്ചു. ആ പുള്ളി പ്രാർത്ഥിച്ചോണ്ട് ആ ദേവദാസം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ശരീരത്തിന് പിരിവിരിവിരാതൊരു പിരിവിരിപ്പ് കയറുക. കാലിൻ്റെ ചെറുവരൽ തുടങ്ങുന്നു, തള്ളവരൽ തുടങ്ങി എൻ്റെ ദേഹം മുഴുവൻ തരിപ്പ് കയറിയിട്ട് എന്നെ ശരീരം മുഴുവൻ ഇതാകുക. എന്താ പറയാ. അവിടുന്ന് പിന്നെ ഞാൻ കണ്ണു തുറന്ന്
കണ്ണു തുറന്ന് ഈ ദൈവദാസനെ ഞാൻ കണ്ട്. അപ്പൊ എന്നെ വിളിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അമ്മയോട് പറഞ്ഞു, കുടിക്കാൻ കൊടുക്കുന്നു, എന്നതാ കുടിക്കാൻ കൊടുക്കുന്നു ചോദിച്ചു. അപ്പൊ എന്റെ ചിന്ത പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, കുടിക്കുകയല്ല, പാഷൻ തന്നു അമ്മ വിളിച്ച്, കുടിക്കുകയല്ല, പിന്നെ ഇങ്ങനെ വെള്ളം തൊട്ടിട്ട്. അപ്പൊ ഇവിടെ എന്താ കുടിക്കാൻ കൊടുക്കാനുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, പാലുണ്ടെന്ന് പറഞ്ഞു. എന്നാ പെട്ടെന്ന് പാല് കൊണ്ടുവരാൻ പറഞ്ഞു. പെട്ടെന്ന് അമ്മ പാല് കൊണ്ട് കൊടുത്ത് ആ പാല് പാസ്റ്റർ കൈവച്ച് പ്രാർത്ഥിച്ച് ആ പാല് എനിക്ക് തന്നു. ഒറ്റ വലിക്ക് ആ പാല് മുഴുവൻ കുടിച്ച്. എത്ര ദിവസമായി ആഹാരം കഴിച്ചിട്ട്, എത്ര ദിവസമായി വെള്ളം കുടിച്ചിട്ട്, അതേ അവസ്ഥ ഞാൻ മരണപ്രാളത്തിൽ മരണമായി ഞാനുമായിട്ട് ഇങ്ങനെ വൻപിടുത്തം പിടിച്ച് കിടക്കുക. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ജീവൻ പോകണമെന്നുള്ള ഹൃദയത്തിലൊരു വിചാരമുണ്ട് എനിക്ക്. പിന്നെ ഓർമ്മകളൊന്നും ഇല്ല. പിന്നെ ഭർത്താവിനെ ഓർമ്മയില്ല, അമ്മയെ ഓർമ്മയില്ല, മക്കളെ ഓർമ്മയില്ല. ആ ഓർമ്മയൊക്കെ വിട്ട് ഇങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിച്ച പാല് ഞാൻ എങ്ങനെ തൊട്ട് പെട്ടെന്ന് പാല് മുഴുവൻ കുടിച്ചു കഴിഞ്ഞ് ഇങ്ങനെ മെല്ലെ ചാരി എന്നെ ഇരുത്തി ഇങ്ങനെ അപ്പൊ അമ്മ പറഞ്ഞു, "അയ്യോ, ഇരുത്തണ്ട, അവള് വീഴുമെന്ന് പറഞ്ഞു, അവിടെ ഇരിക്കട്ടെ" എന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പാസ്റ്റർ പറഞ്ഞു, ഭയപ്പെടണ്ട, നിങ്ങൾ ശരിക്കും ദൈവസന്നിധി പ്രാർത്ഥിക്കും, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാവുന്ന സമയം ഇപ്പം വന്നിട്ടുണ്ട്, നീ അതിനെ കളയരുത്. പാസ്റ്റർ പോയി. ഞാൻ എൻ്റെ പാസ്റ്റർ ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഈ പാല് കുടി, എനിക്ക് പിന്നെ ഈ പക്ഷി പറക്കുന്ന എങ്ങനെ പറക്കും അതേപോലെ ഞാനങ്ങ് എഴുന്നേക്കാൻ നോക്കപ്പോ ഓടി വന്ന് ഇവരെല്ലാം ഒന്ന് പിടിച്ചപ്പോ ഇവരുടെ വിചാരം എന്റെ മരണവെപ്രാളമായിരിക്കും, മരിക്കാനുള്ളവർ. ഇവര് വേഗം വന്ന് എന്നെ പിന്നെയും കടത്തി, കയ്യണ്ട് കാണിച്ച് കടത്തപ്പെടും. അങ്ങനെ എൻ്റെ ശരീരത്തിന് ആ അസുഖം പോവുക. എനിക്ക് സൗഖ്യം തന്നു. ദൈവത്തെ അറിയുന്നില്ല ഞാൻ, അല്പം ദൈവവചനം കേൾക്കുന്നല്ല, ഒന്നും അറിയുന്നില്ല. അപ്പം നേരിട്ട് നോക്കുമ്പം വലിയൊരു ശോഭ എൻ്റെ മുഖത്തേക്ക് സൂര്യൻ അടിക്കുക. എന്നുവെച്ചാൽ ഒരു 500 വോൾട്ടേജ് ഉള്ള ബൾബിന്റെ പ്രകാശം എത്രയുണ്ടോ അതേപോലൊരു പ്രകാശം നേരിട്ട് ഞാൻ കാണുക. വേറൊന്നും കാണുന്നില്ല, ഇത് കാണുക. ആ ചൂടോടുകൂടി എൻ്റെ ശരീരത്തിന്റെ രൂപാന്തരം. ഇവർക്കൊക്കെ ഒരു വലിയൊരു വെപ്രാളം കാണിക്കുന്നത്, എന്ത് ചെയ്യാൻ അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞേ, ഞാൻ ഇപ്പോൾ ദൈവത്തെ കണ്ടല്ല, ദൈവം എനിക്ക് സൗഖ്യം തന്നെന്ന് ഞാൻ ഇവരോടങ്ങ് പറയുക, സംസാരിക്കാൻ കഴിയും. അപ്പം ഇവർക്ക് പേടിയായ. അല്പം കഴിഞ്ഞ് പിന്നെ ഞാനങ്ങ് ചെറിയൊരു മയക്കം കഴിഞ്ഞു. പിന്നെ എൻ്റെ അസുഖം മാറി, മരുന്നുകളൊന്നും എടുക്കുന്നില്ല. അപ്പം മരുന്നൊക്കെ ഞാൻ കൊണ്ടുപോകാം, ഇങ്ങനെ കൈയിട്ട് കാണിക്കാം, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. മരുന്ന് വേണ്ട, എനിക്ക് എൻ്റെ ദൈവം സൗഖ്യം, എനിക്ക് മരുന്ന് വേണ്ട. ആ ഒരു ജീവിതം ദൈവം അത്ഭുതം എനിക്ക് പ്രവർത്തിച്ച് എൻ്റെ എല്ല് ദൈവം ആ സ്ഥാനത്ത് നീരൊക്കെ വന്ന് കൂടി, നീരൊക്കെ മാറി പഴയതുപോലെ ശരീരമാകാൻ തുടങ്ങി. എനിക്ക് സൗഖ്യം തന്നു. ഉള്ളിലിങ്ങനെ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ പോകാൻ അനുവദിക്കുകയില്ല, എവിടെ പോകാനും. അപ്പൊ അമ്മ പറഞ്ഞ്, മോനെ പള്ളിയിൽ പോയാൽ മതി, വേറെ ഒന്നും. പക്ഷെ അമ്മയ്ക്ക് ഒരു ഏക മകനാ, മോനെ എങ്ങും പെടാ. ഞാൻ പറഞ്ഞു, എനിക്ക് ഇതൊന്നും അല്ല, സത്യദൈവം എവിടെ ഉണ്ട്, എനിക്ക് പോകണം ആരാധിക്കാൻ. ആ ദൈവം എന്നെ സൗഖ്യമാക്കുന്നത് സമ്മതിക്കുകയല്ല. അങ്ങനെ ഞാൻ കുറച്ച് ആ കാലങ്ങൾ അങ്ങോട്ട് പോയി, സമ്മതിക്കുന്നില്ല. ഞാൻ കാലങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ അസുഖം മാറി. എല്ലാവർക്കും ഒരു അത്ഭുതം പോലെ. അപ്പൊ അവിടെയൊക്കെ ഭയങ്കര കീർത്തിയായി. എല്ലാവരും പറഞ്ഞു, അയ്യോ, പുള്ളിക്കാത്തിക്ക് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു, ദൈവാസമയം പ്രാർത്ഥിച്ചു, ദൈവ സൗഖ്യം. പക്ഷെ കൊണ്ടുപോകാനോ ആരാധിക്കാനോ ആളില്ല, കൊണ്ടുപോകാനും ആരുമില്ല. പിന്നെ സമ്മതിക്കുകയില്ല. ഞാൻ അങ്ങ് ഒതുങ്ങി അങ്ങ് ഇരുന്നു. പിന്നെ പഴയതുപോലെ ഞാൻ ജോലിക്ക് പോയി, വീട്ടിലെ കാര്യമില്ല. പിന്നെ ജോലിയൊക്കെ നിർത്തി, ജോലിക്ക് ഇങ്ങനെ പോകേണ്ട അവസ്ഥ വന്നില്ല. പിന്നെ വീടിനകത്തൊരു വലിയൊരു മാറ്റം സംഭവിക്കുക മാസ്റ്റർ. എൻ്റെ ഭർത്താവിന് രോഗം അതോടുകൂടി അങ്ങ് പൂർണ്ണ വിട്ടു. അമ്മയ്ക്കും വയ്യാതെ, അമ്മയ്ക്കും മാറി. പിന്നെ ഞങ്ങളുടെ ഭവനത്തിനൊരു ഒരു പറയാൻ പറ്റാത്ത ഒരു ധാരണ, ജീവിതം ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു ഏത് കാര്യം നോക്കിയാലും ആ കാര്യത്തിനെല്ലാം. ഒരു പശു പ്രസവിച്ചാൽ പാല് നമ്മൾ സാധാരണയാണെന്ന് ഓർത്ത് നമ്മൾ ചെല്ലുന്നതിനേക്കാളും തൊട്ടി നിറഞ്ഞ പാലുകൾ. ഇന്നത്തെ കാലത്ത് കുറവാണ്. അങ്ങനെ എല്ലാത്തിനും ഒരു അനുഗ്രഹത്തിന്റെ വഴികളാണ്. പിന്നെ ഞാനും പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര കന്നുകാലി വളർത്തായി ഇങ്ങനെ പോയി കാര്യങ്ങളെല്ലാം നടന്ന്. ഇപ്പം വർഷങ്ങൾ കഴിഞ്ഞ് എനിക്ക് അസുഖങ്ങൾ മാറി. എന്നാലും എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് ദൈവത്തെ ആരാധിക്കുന്നത് വലിയ കുറ്റബോധമാണ് ഈ കാണിക്കുന്നത്. കർത്താവ് ഇത്രയും എന്നെ വിടിവിച്ചിട്ട് ഞാൻ ദൈവത്തിന് വേണ്ടി പിന്നെ മാറുന്നില്ലല്ലോ. ഞാൻ എങ്ങനെയാണ് പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പ്രാർത്ഥിച്ചാലും എനിക്ക് കൂട്ടില്ല, ആരും കൂട്ടില്ല. ആരാധന സ്ഥലത്ത് പോകാനോ ദൈവദാസന്മാർ എന്റെ അമ്മച്ചിക്ക് അത്ര താല്പര്യം. അമ്മച്ചി പഴയ യാക്കോക്കാരത്തിയാ, എന്നാ ഭയങ്കര ദൈവത്തെ. അമ്മച്ചി ഭയങ്കര സന്തോഷമുള്ള.
അങ്ങനെ എനിക്ക് അത് പറഞ്ഞിട്ട് കാര്യമില്ല, അന്ന് അങ്ങനെ ഒരു ആരാസനമില്ല. ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്ന് അത് കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് ഉം ചെറിയ മോളുണ്ടായി, റീന മോള് ഗർഭിണിയായി. അവളെ പ്രസവിച്ച് അത് കഴിഞ്ഞ് അവൾക്കൊരു 2.5 വയസ്സ് കഴിഞ്ഞപ്പം പിന്നെ ഇളയ മോൻ അവന് അപ്പോഴൊക്കെ ഞാനിങ്ങനെ സത്യം അല്ലെങ്കിൽ ആ സത്യത്തിൽ കൂടി ഇങ്ങനെ പോവുകയാണ്. ആരായാലും CSI പള്ളി പോകും. പക്ഷെ ഞാൻ അവിടെ ചെന്നാലും ആ ബന്ധക്കോസിന്റെ അനുഭവമാണ് എനിക്ക് എന്നെ വളർത്തുന്നത്. ഈ അവിടെ നമുക്ക് ഒരു യേശുദാസ് എന്ന് പറയുന്ന ഒരു ഉപദേശിയുണ്ട്. ആ ഉപദേശി നല്ല ദൈവവചനം ശുശ്രൂഷിക്കുന്ന ആളാ. ആ ദൈവദാസന്റെ കൂടെ എനിക്കും കൂടി പ്രാർത്ഥന, വീടുകളിൽ പോവുക, പ്രാർത്ഥിക്കുക, സുവിശേഷം പറയുക, ഇങ്ങനെയൊക്കെ ആ ദൈവദാസനെ അഭ്യസിപ്പിക്കുക. അന്നേരം ഓരോരുത്തർ പറഞ്ഞു ആകപ്പാടെ ബന്ധക്കോസിന്റെ ആരാധനയായി CSI ഇതെല്ലാം കാരണക്കാരത്തി ലില്ലിക്കുട്ടി അതിന്റെ കാരണക്കാരത്തി, വേറെ ആരുമല്ല. പുള്ളിക്കാരത്തിക്ക് എന്തൊക്കെയോ കൂടിയിട്ടുണ്ട്. അവിടുന്ന് അതിന്റെ കൂടെ വേറെ 2 പേരും ഉണ്ട്. ജോൺ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ. ഞങ്ങൾ ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര ആരാധന. അപ്പൊ എന്റെ വിചാരം തന്നെ, ഇങ്ങനെയെങ്കിലും കർത്താവേ ദൈവത്തെ അറിയുന്നുണ്ടല്ലോ, സത്യമായിട്ട് ആ വചനം എല്ലാം ദൈവാസം പഠിപ്പിക്കുന്നു. ദൈവാസനം അവിടുന്ന് ഞാൻ ദൈവാസനെ അവിടുന്ന് മാറ്റി. ഇവർക്ക് അങ്ങനെയല്ലോ, മാറ്റി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ടാകാഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോ ഞാനേ ചെറുതായിട്ടൊരു വിഷമം എനിക്ക് വന്നു. പിന്നെ ഒരു ചെറിയൊരു മാറ്റം എനിക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ദൈവ ആരാധനയ്ക്ക് തടസ്സം വരുമ്പോ പിന്നെ പ്രവർത്തിക്കുന്ന മറ്റേ ദുഷ്ടശക്തികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ഒരു ചെറിയൊരു മാറ്റം പോലെ എനിക്ക് വന്നു. അപ്പൊ ഞാൻ എന്നാ എടുത്ത് എന്റെ ഈ കാലിന്റെ പുറം മുഴുവൻ, എന്റെ ഇടത്തുകാലിന്റെ പുറം മുഴുവൻ ചെറിയ ചെറിയ അരിമ്പാറകൾ വരും. ഇതെന്ത് ചെയ്താൽ മാറുന്നില്ല. അപ്പൊ ഓരോരുത്തർ പറഞ്ഞു അത് മാറാൻ നല്ലൊരു കാരണമുണ്ട്. അവിടെ കണിയാമ്പറ്റപ്പള്ളി എന്നൊരു പള്ളിയുണ്ട്, ഈ കത്തോലിക്ക പള്ളി. അവിടെ അരിമ്പാറിയപ്പം ചുട്ടു കൊടുത്താൽ ഇത് മാറും, നേരത്തെ കൊടുത്താൽ മതി. അവിടെ ശരി, അങ്ങനെയാണോ? അപ്പൊ എന്നാ പോകാം, എന്നാ ഇങ്ങനെ മാവൊക്കെ ഉണ്ടാക്കിയിട്ട് ആ പെരുന്നാളിന്റെ സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുത്തയച്ചു. എവിടെ എനിക്കതുകൊണ്ട് ഒരു മാറ്റം വന്നില്ല. അപ്പൊ എന്റെ ഇളയ മോന് എനിക്ക് 4-5 മാസം ഗർഭിണിയായി ഇപ്പൊ രജുമോനെ. അങ്ങനെ ഞാൻ ഈ പിന്നെ ഈ ഇങ്ങനെയുള്ള കാര്യത്തിന് ഈ ഈ ഈ പിന്നെ കാലിൽ അരിമാറ് കണ്ടപ്പോ എന്റെ അടുത്തൊരു വീട്ടുകാർ, ഞങ്ങളുടെ CSIക്കാർ തന്നെയാ, ഒരു സഹോദരി പറഞ്ഞു അതിന് വേറൊരു കാര്യം ചെയ്താൽ മതി മാറിക്കോളൂ പറഞ്ഞു. ഞാൻ എന്താ അതിനകത്ത് ചെറുതായിട്ട് ഈ ആസിഡിന്റെ അവിടെ ഷേവ് ചെയ്യാൻ വേണ്ടി പുള്ളിക്ക് കൊണ്ട് വെക്കുന്നതോ പുള്ളിക്കാരത്തെ ഭർത്താവിന്, അതിന്റെ ശകലം തൊട്ടാൽ മതി. എന്നാ അങ്ങനെ ചെയ്തോ സാരി എന്ന് പറഞ്ഞ്, വെള്ളമില്ല, വെള്ളത്തിന് പോയ പോക്കാ അവരെ കെട്ടിയിരുന്ന് വെള്ളത്തിന്. ഈ പുള്ളിക്കാരത്തി സാരി എന്നെ അടുത്ത് ചെറുതായിട്ട് ഈ പുല്ലെ തൊട്ടിട്ട് ഈ സാരത്തെ തൊടിയിപ്പിച്ച്, ഈ അരിമ്പാറ 4-5 ഉണ്ട്, വൃത്തികേടാണ് കാണാൻ. അപ്പം എന്നോട് പറഞ്ഞു നോക്കിക്കോണം കേട്ടോ, സൂക്ഷിച്ചോണം കേട്ടോ എന്ന് പറഞ്ഞു. പുള്ളിക്കാരനൊക്കെ പറഞ്ഞു വേണ്ട, പേടിക്കൊന്നും വേണ്ട, സാരമില്ല. ഞാൻ എന്നെ അടുത്ത് ഇത് ചെയ്തു. ഇപ്പൊ മോനെ 5 മാസം കഴിഞ്ഞ് 6-ാമത്തെ മാസത്തിലേക്ക് കയറാൻ പോകുന്നു. ഇങ്ങനെ ചെയ്ത് ഇത് ഭർത്താവ് ആരും അറിയുന്നില്ല, അമ്മ ആരും അറിയുന്നില്ല, ഒക്കെ ചെറിയ ഉള്ളിക്കടയുള്ള പരിപാടിയാണ്. ഇപ്പൊ ഇത് ചെറിയ ചൊറിച്ചില്, ഞാനങ്ങ് കാലോട് ചേർന്നു. അവിടുന്ന് ഞാൻ എന്നെ അടുത്ത് ഞങ്ങൾക്ക് കുറച്ച് നെല്ല് കൊയ്യാനുണ്ട്. നല്ല വെള്ളമൊക്കെ ഉള്ള കണ്ടവാ. നെല്ല് കൊയ്യാൻ ഞങ്ങൾ കൂട്ടുകൃഷിയാ. അപ്പൊ ആ കൂട്ടുകൃഷിക്ക് ഞാനും കൂടെ പോയി ചെയ്യണ. നേരം വെളുത്ത് ഇപ്പൊ കൊയ്യാനായിട്ട് കണ്ടത്തിൽ ചെല്ലിയുള്ള കണ്ടവായിരുന്നു. ഈ കണ്ടത്തിൽ ഈ ഭയങ്കര ജോലിയല്ലേ ഇപ്പൊ ചെയ്തൊക്കെ. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കയറി കഴിഞ്ഞപ്പോ എന്റെ കാല് വലിച്ചിട്ട് കിട്ടുന്നില്ല. അത്രയും കാലം കൊണ്ട് വീർത്ത്, ശക്തമായിട്ട് കാലം കൊണ്ട് വീർത്താൻ ഭയങ്കര നീര് കയറി. അപ്പോഴാണ് ഞാൻ വീട്ടിൽ വന്ന് പറയുന്നേ ഇന്നതുപോലെ സംഭവം ഉണ്ടായിരുന്നു. ഇവരിത് കേട്ടിട്ട് ഞെട്ടിപ്പോയി. ഭർത്താവ് എന്റെ പ്രിയപ്പെട്ടവനും പേടിച്ചു പോയി. നീ എന്ത് കുരുത്തക്കേട് നീ കാണിച്ചത്, ഇത് വല്ലതും ചെയ്യാവോന്ന് ചോദിച്ചു. പക്ഷെ ചെളി കഴിഞ്ഞതാ. ഞാൻ പറഞ്ഞു അത് സാരമില്ല. പെട്ടെന്ന് ഞാൻ ഇത്തിരി ഉപ്പുവെള്ളമൊക്കെ ഇട്ട് കാലൊക്കെ അത് നീര് കയറി വരുക. അവിടെ ചെറിയൊരു പിന്നെ ചെറിയൊരു ഇതുണ്ട്, ഒരു പിന്നെ ക്ലിനിക്കുണ്ടേ. അപ്പൊ എന്നെ അവിടെ ഒന്ന് കൊണ്ട് കാണിച്ചു, പത്നാം എന്ന് പറയും. അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോ അയാൾ പറഞ്ഞു ഒരിക്കലും ചെയ്യാൻ, അവിടെ കണ്ടവനെ പോയസം കയറി കളഞ്ഞു. പോയസം പറഞ്ഞു തരുന്നത് അത് നമ്മൾ എന്തെങ്കിലും മരുന്ന് ചെയ്താൽ ഒന്നും അല്ലെങ്കിൽ കുട്ടിയെ കിട്ടും, അല്ലെ തലേ കിട്ടും, ഇതിൽ രണ്ടിലേതെങ്കിലും ശരിയാകുള്ളൂ. പുള്ളി നല്ല വിദഗ്ധനായ ഡോക്ടറാണ്. ഇത് കേട്ടപ്പോ ഇവർക്ക് ഭയങ്കര ഭയമായി. പിന്നെ അവിടെ നിന്ന് കെട്ടി വലിച്ചിട്ട് പോകണമെങ്കിൽ എത്ര ദൂരെ പോകണം, അടുത്തുനിന്ന് ഹോസ്പിറ്റലില്ല. ഞാൻ പറഞ്ഞു സാരമില്ലെന്നേ, അതും കുഴപ്പമില്ല. എനിക്ക് വീട്ടിൽ വന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു
അമ്മേ എനിക്ക് ഇച്ചിരി വെള്ളമൊക്കെ ചൂടാക്കി ഇച്ചിരി പച്ചമഞ്ഞളും തകരയുടെ ഇലയും ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചതാ ഞാനിവിടെ ഇനി കാലം. അപ്പൊ അമ്മ എല്ലാം ചെയ്തിട്ട് വലിയൊരു വട്ടയ്ക്കകത്ത് വെള്ളമൊക്കെ തിളപ്പിച്ചു ഞാൻ ഇരിക്കാൻ. അപ്പൊ ഞങ്ങളുടെ തൊട്ട് കുറച്ച് മാറി അവിടെ ഒരു പാവപ്പെട്ട ഒരു വീട്ടില് ഒരു പ്രാർത്ഥന കേൾക്കുന്നു. ഭയങ്കര പ്രാർത്ഥന കേൾക്കുന്നു. അത് ഒരു ബന്ധക്കോസിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട് അവിടെ. ഞാൻ പറഞ്ഞു അവിടെ എന്നെ അമ്മച്ചി പ്രാർത്ഥന കേൾക്കുന്നല്ലോ അമ്മച്ചി, ആ വീട്ടിലൊന്ന് പോയാലെന്നാ. അപ്പം പഴയ കാര്യത്തിൽ എനിക്ക് ഓർമ്മ വന്നേ, അതുവരെ ഇത്ര ഒരു ഓർമ്മയില്ല. അപ്പൊ അമ്മ പറഞ്ഞു മോനെ അത് ബന്ധക്കോസുകാരുടെ പ്രാർത്ഥനയാ. അവിടെ അവിടെ ആരാണ്ടൊരു പാസ്റ്റർമാരോ എല്ലാം വന്നിട്ടുണ്ട് പറഞ്ഞു. ഞാൻ പറയാം അമ്മ ഒരു കാര്യം ചെയ്യാവോ, എന്നെ എന്നെ അവിടെ വരെ ഒന്ന് കൊണ്ട് വിടാമെന്ന് വെച്ചാൽ എനിക്ക് നടക്കാൻ വരാം. ആ അമ്മ വേഗം തുണിയൊക്കെ മാറിച്ച് അന്നത്തെ കാലത്ത് മുണ്ടൊക്കെ കൊടുത്ത് ബ്ലൗസൊക്കെ ഇട്ട് ഒരു തോർത്തൊക്കെ ഇട്ട് പോച്ച് അവിടെ നീര് കയറുക. നീര് കയറി വയറിന്റെ നെഞ്ച് വരെ കയറി നീര്. എല്ലാവർക്കും പേടിയായി. എന്നെ പോയതൊന്നും ആരും അറിയുന്നില്ല. ഭർത്താവിന് ഭയങ്കര പേടി. അപ്പൊ എന്നെ എവിടെയും എല്ലാവരും പറഞ്ഞു കൊണ്ടുപോകണ്ട, കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടായി തീരും, അത് ഇങ്ങനത്തെ അവസ്ഥയായിട്ട് കൊണ്ടുപോകലെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും എന്നെ ആ വീട്ടിൽ കൊണ്ടുപോയി. എന്നെ ആ വീട്ടിൽ അമ്മ വേഗം പോന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരു 5-8 പേര് 10-12 പേര്, ചെറിയൊരു വീടാ. അവിടെ എല്ലാവരും പ്രാർത്ഥനയുടെ നല്ല അന്തരീക്ഷത്താണ്. എനിക്ക് കണ്ടപ്പോ ഒരു ചെറിയൊരു ഭയം പോലെ തോന്നി. ആ വന്നിരിക്കുന്ന ആരാ? നമ്മുടെ ആശാനുപദേശിയാ. അവിടെ തരിയോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു സിറ്റിയിൽ തലേദിവസം കൺവെൻഷൻ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പോയാൽ എനിക്ക് കാര്യം വയ്യാത്തുണ്ടെങ്കിൽ പോകാൻ പറ്റാം. അപ്പൊ ആശാനുപദേശി ആ വീട്ടിൽ വന്നിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഒരു മുണ്ടൊക്കെ ഇട്ട് പൊതഞ്ഞ് ഞാൻ പെട്ടെന്ന് ആ മൂലയിലോട്ട് മാറി. പാസ് എന്നെ കണ്ടില്ല. ഞാൻ പെട്ടെന്ന് അവിടെ ഇരുന്നു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോ ഈ പാസ്റ്റർ പറന്നെത്തുന്ന പോലെ ഓടി വന്ന് എന്റെ തലയെ കൈവച്ച്. എന്റെ തലയെ കൈവച്ചിട്ട് അന്ന് എന്നോട് സംസാരിച്ചു, മകളെ ഈ ലോകത്ത് നിന്നെ പെടേണ്ടവളായിരുന്നു. നിന്നെ ആദ്യം നിനക്ക് രോഗസുഖത്തിന് നീ അനുഭവിച്ചതാണ്. നീ വീണ്ടും എന്നെ പിരിഞ്ഞു എന്നെ വിട്ട് നീ മാറിപ്പോയി. വീണ്ടും നിനക്ക് രോഗം വന്നിരിക്കുന്നു ആളെ. നിന്റെ ആയുസിനെ ഇല്ലാതാക്കാൻ, നിന്നെ ഇവിടുന്ന് മാറ്റിക്കളയാനായിട്ട് ഇരിക്കുന്നത്. നീ വിശ്വസിക്കും മോളെ. നീ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ നിന്നെ കാണുന്നു. എന്റെ കാലും കണ്ടില്ല, ശരീരവും കണ്ടില്ല, ഒന്നും കണ്ടില്ല. എന്റെ സംഭവങ്ങൾ മുഴുവൻ ദൈവാസനങ്ങൾ വെളിപ്പെടുത്തി പറഞ്ഞു, നീ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, നീ മനോദുഃഖത്തിൽ നീ വന്നിരിക്കുന്നു മകളെ. എന്റെ കരം നിന്നെ തൊടാൻ പോവാന്ന്, കർത്താവിന്റെ കരം തൊടാൻ പോവാന്ന്. എന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ കുത്തിയിരിക്കുക, ഇങ്ങനെ പുകച്ചിരിക്കുക, കരയുന്നുണ്ട്. എടുക്കാൻ പറ്റാ. പാസ്റ്റ് പറയാണേ, ഞാൻ ഗർഭിണിയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ നിന്റെ ഉതിർത്തി കിടക്കുന്ന എന്റെ സന്തതി, അതിന്റെ റെജിയുടെ കാര്യം, എന്റെ സന്തതി, ഉതിർത്തി കിടന്ന എന്റെ സന്തതി അവൻ എനിക്ക് വേണ്ടി വൻകാര്യം ചെയ്യും. അവൻ മുഖേന നിന്റെ കുടുംബം അനുഗ്രഹപ്പെടും. ആളെ നീ എന്നിൽ വിശ്വസിക്കാൻ. ഇപ്പോൾ നിന്നെ ബാധിക്കുന്ന ദുഷ്ട രോഗാണുക്കൾ നിന്നെ വിടിവിക്കാൻ പോവുക. അല്ലാത്ത പക്ഷം നിന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റാൻ പോവാ. നീ വന്നില്ല. എനിക്കിത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര എന്തെന്നാ എനിക്ക് കേൾക്കുന്നത്. ആദ്യം ഞാൻ ഈ സത്യം പറഞ്ഞിട്ട് അറിയാതെ വന്നതല്ലേ. ഞാനങ്ങ് അവിടെ നിന്ന് കണ്ണുനീരോടുകൂടി അങ്ങ് പ്രാർത്ഥിച്ചു അവിടെ ഇരുന്നു. ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ വന്ന്, നീ മടങ്ങി പൊക്കോ, സ്വസ്ഥമായിട്ട് നീ മടങ്ങി പൊക്കാളാൻ എന്നോട് പറഞ്ഞു. ഇപ്പം എന്റെ ശരീരത്തിൽ നിന്ന് പാസ്റ്റേ ആ രോഗം അങ്ങോട്ട് പോയി. എന്റെ ശരീരം അങ്ങ് പഴയ ശരീരം പോലെ എനിക്ക് തന്നെ അത്ഭുതമായി. അപ്പൊ ഞാൻ ഓർമ്മ, ദൈവം എനിക്ക് എന്തിനാണ് എന്നെ ഇത്രയും പെട്ടെന്ന് എനിക്ക് സൗഖ്യം തന്നല്ലോ. നീ എന്താ ചെയ്യുന്നത്? അവിടുന്ന് ഞാൻ പോയതുപോലെയല്ല, ഞാൻ മടന്ന് വീട്ടിലേക്ക് വന്നപ്പോ എന്റെ അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷം. എന്നെ അത്ഭുതം നമ്മളെ നടന്നിട്ടുള്ള. അവിടുന്ന് വീട്ടുകാർ എല്ലാവരും അറിഞ്ഞു എന്നെ അത്ഭുതം നടന്നത്. അപ്പൊ അവിടെ അന്നും ഫോണൊന്നുമില്ല. പുള്ളിക്കാരൻ ജോലിയെ കഴിഞ്ഞ് വൈകുന്നേരം വന്നപ്പോ പുള്ളിക്കാരനോട് വിവരം പറഞ്ഞു. പുള്ളിക്കാരൻ അതിന് എതിരൊന്നും പറഞ്ഞില്ല. അതെല്ലാം കഴിഞ്ഞപ്പോ അമ്മച്ചി എന്നോട് പറയാ, മോള് ബന്ധുക്കോസിലേക്കൊന്നും പോകരുത് കേട്ടോ, മോളെ ബന്ധുക്കോസിൽ പോകരുത് കേട്ടോ, മോളെ പ്രാർത്ഥിച്ച മോളെ എവിടെയും കേൾക്കുന്നു. അപ്പൊ ഞാൻ എന്റെ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഇനി ഞാൻ ഇരുട്ടിലേക്കില്ല. ഇത്രയും കാലം ഞാൻ ഇരുട്ടിലായിരുന്നു. ഞാൻ വെളിച്ചം അനുഭവിച്ചവളാണ്. വീണ്ടും ഞാൻ ഈ ഇരുട്ടിലേക്കില്ല. അതുകൊണ്ട് ഇനി എന്റെ ദൈവത്തെ ഞാൻ എവിടെയായാലും ഞാൻ ദൈവത്തെ ആരാധിക്കണം, എനിക്ക് പോകണമെന്ന് പറയും. എനിക്ക് സൗഖ്യം, പരിപൂർണ സൗഖ്യമായി. ഞാൻ സുഖകരമായ പ്രസവം നടന്ന് കാര്യങ്ങൾ. അവിടുന്ന് ഞാൻ പിച്ചയായിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, എന്നെ എവിടെയെങ്കിലും എന്തൊക്കെ ആരാധന എന്നെ ഒന്ന് കൊണ്ടുപോകും, ഞാൻ ഒന്ന് പോട്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ അവിടെ ഒരു ആരാധന സ്ഥലമുണ്ട്, പക്ഷെ അവരെല്ലാവരും നമ്മളെ പോലെ അല്ല, അവരൊക്കെ പാവപ്പെട്ടവങ്ങളാണ് ഈ പോകുന്നത്. ഞാൻ പറഞ്ഞു, അതല്ലേ നല്ലത്.
അപ്പൊ ഞാൻ എടുക്കാൻ വയ്ക്കുമ്പോ വചനം അറിയാമെന്ന് ഞാൻ പറഞ്ഞു, കർത്താവ് ആരെ തേടിയാ വന്നേ? പാവങ്ങളെ തേടില്ലേ? മുക്കോമാരാരായിരുന്നു? ചെറുതായിട്ടൊക്കെ അറിയാവുള്ളൂ. മുക്കോമാരാരായിരുന്നു? അവരെ തേടില്ലേ കർത്താവ് വന്നേ? സമ്പന്നന്മാരെ തേടിയല്ലല്ലോ പോയത്. അവിടെയാ ദൈവം പ്രവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞു. പുള്ളി ഒന്നിനും പറഞ്ഞില്ല. പുള്ളി എന്നെ മെല്ലെ അവിടെ കൊണ്ട് വിട്ടു. പിന്നെ ഞാൻ അങ്ങനെ ആരാധനയ്ക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞ് എന്റെ ദിവസം അപ്പോഴത്തേനും അമ്മച്ചിയുടെ വിധമൊക്കെ അങ്ങ് മാറി. അമ്മച്ചി പറഞ്ഞ്, മോളെ, എനിക്കൊരു മകനേ ഉള്ളു. ഞങ്ങള് ഞങ്ങള് കൂടുന്ന ആരാധന സ്ഥലം വിട്ട് പിന്നെ വേറൊരു ആരാധനയ്ക്ക് ഞങ്ങളില്ല. അതുകൊണ്ട് ബന്ധക്കോസിലേക്ക് പോകാൻ എനിക്ക് ഇഷ്ടം. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഒരു കാര്യം ചെയ്തോ. ഞാൻ ഒരിക്കലും അമ്മച്ചിയുടെ വാക്ക് ഞാൻ തെറ്റ് പറയില്ല. അമ്മച്ചി മോനും പൊക്കോ, ഞാൻ ഒരിക്കലും ഇനി ബന്ധക്കോസിലേക്കില്ല കേട്ടോ. ഞാൻ സത്യമാണ്, ഞാൻ പാവപ്പെട്ട ആരാധന സ്ഥലത്ത് ഞാൻ പോകുമ്പോൾ ദൈവം എനിക്ക് വിടുതൽ തന്ന അമ്മച്ചി. വീണ്ടും ഇനി വന്നാൽ ചിലപ്പോൾ ദൈവം എന്നെ ലോകത്ത് ഇനി മാറ്റിക്കളയുള്ളൂ. ഇനി ഞാൻ ഈ ലോകമേള ആരാധന ഞാനില്ല അമ്മച്ചി. എനിക്ക് ഒരിക്കലും ഇനി പറ്റില്ല. ഞാൻ പോകുന്നു. പിന്നെ മോനോടായിട്ട് അങ്ങോട്ട് മോനോട് പറഞ്ഞ്, നീയാണ് അവളെ കെട്ടിയത്, അത് അവളാണ് നിന്നെ. അപ്പൊ മോൻ പറഞ്ഞു, അയ്യോ അമ്മേ, അവള് വേറൊന്നിനും അല്ലല്ലോ പോകുന്നത്. അവള് കക്കാനോ മോട്ടിക്കാനോ മറ്റുള്ള ദുസ്വഭാവത്തിനല്ലല്ലോ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അവളെ വിലക്കുന്നില്ല, അമ്മ അവള് പൊക്കോട്ടെ. ഞാൻ പറഞ്ഞു, ഒരിക്കലും അമ്മയെ വിഷമിപ്പിക്കുന്നത്. അങ്ങനെ 3 വർഷം മുഴുവനും അവരപ്പനും അമ്മയും മോനും പോയി. അവര് പള്ളിയിൽ പോയി. ഞാൻ 3 വർഷം ഒറ്റയൊന്ന് സ്നാനപ്പെട്ടിട്ടില്ല. അങ്ങനെ അപ്പൊ അവിടെയുള്ള കൊച്ചു ദേവദാസനുണ്ട്. ആ ദേവദാസൻ വന്ന് പ്രാർത്ഥിക്കും, കാര്യങ്ങളും ഞാൻ അങ്ങനെ അവിടെ നിന്ന്. അങ്ങനെ 3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഭയങ്കര ദർശനങ്ങളായി. ദൈവം ഓരോ കാര്യങ്ങളും നേരിട്ട് എന്നോട് സംസാരിക്കും. പിന്നെ എന്റെ ജീവിത ശൈലി അങ്ങ് മാറി പാസ്റ്ററെ. ആരെന്ത് പറഞ്ഞാലും ഞാൻ അവരോടൊരു മറുവാക്ക് പറയല. അപ്പൊ ഞങ്ങൾക്ക് ഈ പശുക്കളുണ്ട്, ഇഷ്ടം പോലെ പശുക്കളുണ്ട്. അങ്ങനെ ഈ പശുക്കളെ തീറ്റണമെങ്കിൽ അടുത്തൊരു ഫോറസ്റ്റ് വനമല്ല, അവിടെ കൊണ്ട് വിട്ടാൽ മതി. അപ്പൊ എന്റെ ഭർത്താവ് എന്നെ അടുക്കും ജോലിക്ക് പോകുമ്പോൾ ഞാനാണ് ഇതിനെല്ലാം കറക്കലും കുടിപ്പിക്കലും എന്തുപോലെ പിന്നെ പശുവിനെ കുളിപ്പിക്കലും സ്തോത്രം പറയും. അതിലൊക്കെ എന്നെ ആൾക്കാർ കളിയാക്കും കേട്ടോ, ഒത്തിരി പേരുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് ഇങ്ങനെ അറ്റേ കൊണ്ടുവിട്ട് ചിങ്ങി പോരും. അങ്ങനെ പോരും. അങ്ങനെ എങ്ങനെ പോരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും എന്റെ ചെറുപ്പക്കാർ മുഴുവൻ അവിടെ ഇല്ല. ബന്ധുക്കോസ് ആരാധന എന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേട് പോലെയാ. സ്നാനപ്പെടാനൊക്കെ വരുമ്പോ അതിനകത്ത് സ്നാനം കലക്കും, എന്തെല്ലാം ചെയ്യുന്നല്ലോ. അപ്പൊ ഒരു 5-8 ചെറുപ്പക്കാര്, പുള്ളിക്കാരന്റെ കൂട്ടുകാരൊക്കെ, ഞങ്ങളുടെ പള്ളിക്കാരൊക്കെ. അപ്പൊ എന്നോട് പറഞ്ഞു, നീ എന്നെ വിളിക്കുന്ന സ്വോത്രമാണ് വിളിക്കുന്നത്. ഞാൻ പറയാം അങ്ങനെ. അപ്പൊ ഞാൻ കൈ ഉയർത്തി പറയും, ചെറിയൊരു സിറ്റിയാ, ഞാൻ കൈ ഉയർത്തി, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വായിന്ന് സ്വോത്രം തരുന്നേന്നാ പറയുന്നത്. നല്ലൊരു പേരാണ് ഇട്ടേക്കുന്നത്. ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണല്ലോ നിങ്ങളെന്ന് പറയും. അപ്പൊ ഒരുത്തം വന്നിട്ട് എന്നോട് പറയാ, ഒരു ബേബിന്റെ പേരെ പറയും, നിന്റെ ദൈവത്തിന് അത്ര വലിയ ശക്തിയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാവോ? എന്നാ ബേബി? എന്റെ തടി മുഴുവനും കൊണ്ടുപോകാതെ, പിന്നെ എനിക്ക് കൊണ്ടുപോകാൻ പാസില്ലാതെ കിടക്കുകയാണ്. നീ എനിക്കൊന്ന് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, നീ കള്ളത്തടി വെട്ടിക്കൊണ്ട് പോകണം, ഞാൻ പ്രാർത്ഥിക്കില്ല. ഗവൺമെന്റിന്റെ തടി നീ കട്ട് വിട്ടുപോയിട്ട് ഇടിയല്ല, കള്ളത്തടി അല്ല, പിന്നെ എന്നാ എനിക്ക് പാസ് കിട്ടുന്നില്ല, ഞാൻ അതുകൊണ്ട് അത് തടി കിടന്ന് നശിച്ചു പോകുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന, ആ ദൈവത്തെ നീ വിശ്വസിക്കാമെങ്കിൽ ആ തടി നിനക്ക് കച്ചവടം സത്യമായിട്ടാണെങ്കിൽ അല്ലെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അവിടെ ഈ ലോറിയെ തടിയൊക്കെ കൊണ്ടിറക്കുകയും ഇങ്ങനെ വലിയൊരു ചെറിയൊരു കവല പോലെ നല്ല തോട്, നല്ല അരുവിയൊക്കെ സ്ഥലമാണ് അവനവിടെ. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കും, നീ വിശ്വസിക്കുമെങ്കിൽ നിന്റെ തടി ഇന്ന് കച്ചവടം ചെയ്യും. അപ്പൊ അവൻ പറഞ്ഞു, എടി ഇല്ലടി എന്നാണ്. അവിടുന്ന് ഞാൻ ആ കൊടക്കടവിൽ നിന്നുണ്ട്. ആൾക്കാരുണ്ട്, ലോറിക്കാരും അവരൂരൊക്കെ അവിടെ ഇവിടെ ഇരിക്കുന്നു. ഞങ്ങളുടെ സ്വദേശ സ്ഥലമല്ലേ. ഞാൻ അവിടെ നിന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ച് അന്ന് വൈകിട്ട് അവർ തടി കൊണ്ടുപോയി. അപ്പൊ അവൻ പറഞ്ഞ വാക്കല്ല, ഈ തടി കൊണ്ട് ഈ വിൽപ്പന നടക്കാമെങ്കിൽ ഞാൻ നിന്റെ കൂടെ ആരാധനയ്ക്ക് വരാം. ഞാൻ പറഞ്ഞു, എന്റെ കൂടെ അല്ല, കർത്താവിന്റെ കൂടെ വരാൻ പറഞ്ഞു. എനിക്ക് ഇതിനൊന്നും യോഗ്യതയില്ലടാ, നീ എന്റെ കർത്താവിനെ ആരാധിക്കും, നിന്റെ കുടുംബം രക്ഷിക്കപ്പെടുന്നു പറഞ്ഞു. രക്ഷിക്കപ്പെടാൻ നീ കർത്താവിനെ ആരാധിക്കുന്നു. പക്ഷേ ആ കൈ ഉയർത്തി ആ തോട്ടിൽ നിന്ന് ആ തടി ഞാൻ പ്രാർത്ഥിച്ചു. അവൻ ആ തടി കൊണ്ടുപോയി വിറ്റ്. വെള്ളിയാഴ്ച അവൻ കോഴിക്കോട് വടിയും കൊണ്ട് പോയി. ഞായറാഴ്ച ഞാൻ ആരാധിക്ക് വരുമ്പോ രാവിലെ അവൻ വരും, അവനും എന്റെ കുടുംബം എല്ലാം കൂടെ. ഇപ്പൊ വിളിച്ച് ഇവിടെ തമ്മി പേരാ പറഞ്ഞേ, ഞാൻ ലില്ലിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ വലിയ എന്റെ തടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച തടി നല്ല വിറ്റ് കേട്ടോ. വലിയൊരു പൊതിയും കേട്ടോ വരുന്നത്. അന്നത്തെ കാലത്ത് നല്ല പലഹാരങ്ങളാണ് മുഴുവനും. ഓരോ ജിലേബിയും അതും ഇതൊക്കെ കൊണ്ട് അവിടെ കൊണ്ട് വെച്ചു. അപ്പം അപ്പൊ പിന്നെ എന്റെ പ്രിയപ്പെട്ട ചോദിച്ചു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ പ്രാർത്ഥിച്ചതാ, അതിന് എന്തെങ്കിലും ഒരു മധുര പലഹാരം വന്നത്.
അവിടുന്ന് അവൻ ഈ ശനിയാഴ്ച വൈകിട്ട് ഈ സാധനം കൊണ്ടുവന്ന് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും വന്ന് പ്രാർത്ഥനയ്ക്ക് അവന്റെ ഭാര്യയും അവന്റെ രണ്ട് മക്കളും അവരോട്, എന്നിട്ട് അവനോട് സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ ദൈവം എന്നെ കൊണ്ട് പാസ്റ്ററെ ഒത്തിരി വൻ കാര്യങ്ങള്, ഈ ഒന്നിനും കഴിവില്ലാത്ത ഞാൻ, ഒരു വാക്കിന് മറുപടി പറയാൻ എനിക്ക് അറിയാൻ പറ്റാത്ത എന്നെ കൊണ്ട് ദൈവം ഓരോന്ന് ചെയ്യിപ്പിക്കുക. അങ്ങനെ നിന്നപ്പം അവിടെ അടുത്തൊരു വീട്ടില് പിന്നെ പശു പ്രസവിച്ചു. അതും എന്റെ കൂട്ടുകാരാ. പശു പ്രസവിച്ചിട്ട് ഈ പശു നല്ല പാലുള്ള പശുവാണ്. അപ്പൊ ഈ വാർത്തകൾ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ എന്ത് ചെയ്താ പശുവിനെ കറക്കാൻ പറ്റും? പശുവിനെ ആയിരിക്കത്തില്ല, പശു കുത്തി ഓടിച്ച് പശു ആകെ ബഹളമാണ്. ഓടി വന്നിട്ട് പുള്ളിക്കാരന്റെ പേര് ലിസി എന്നാണ്. ലിസി വെളുപ്പിന് ഓടി വരിക, എലിക്കുട്ടി ചേച്ചിയെ എന്നാ ലിക്കുട്ടി ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കണം, എന്റെ പശു ഒരിക്കലും ഒരു കറക്കാൻ സമ്മതിക്കുന്നില്ല, കുട്ടിയെ കുടിപ്പിക്കുന്നില്ല, ഭയങ്കര ബഹളം. അതിന് ഞാൻ എന്നാ ചെയ്യേണ്ടത്? അയ്യോ നീ ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞേ. ഞാൻ പറഞ്ഞു നിനക്ക് വിശ്വാസമുണ്ടോ? നീ ഭയങ്കര ഭയങ്കര പുണ്യാളത്തില്ലേ, നിനക്ക് വിശ്വാസമുണ്ടോ ചേച്ചി? ഞാൻ ഒരു വാക്കിനൊന്നും ആരെയും വിഷയാക്കണം. നീ അങ്ങനെ പറയലടി, എനിക്ക് വിശ്വാസമുണ്ട്, നീ പ്രാർത്ഥന. ഞാൻ പറഞ്ഞു നീ ഇപ്പൊ നിന്റെ കാര്യം കാണാനുള്ള വിശ്വാസമാണോ അതെ നീ ദൈവത്തിൽ വിശ്വസിക്കുന്നത്? ഇല്ല, ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് ഞാൻ പറഞ്ഞു എടുത്തോണ്ട് പാടി കുട്ടിമേ ലിസി നടക്കുക. ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് കുറച്ച് വെള്ളം എടുത്തിട്ടാ പറഞ്ഞു. വെള്ളം എടുത്തിട്ട് വന്നു ആ വെള്ളം ഒന്ന് ഞാൻ സ്വോത്രം പറഞ്ഞിട്ട് പശുവിന്റെ പുറത്തൊന്ന് കുടഞ്ഞ് കറക്കാൻ നീ കറക്കുന്നത്. അപ്പൊ അവൾക്ക് പേടിയാ, അവൾക്ക് മാറി നിൽക്കും. അയ്യോ ഇല്ല ഞാൻ കറക്കിയല്ല, നീ ഇരുന്ന് കറക്കടി എന്ന് പറഞ്ഞു. ഇല്ല അവൾക്ക് അയ്യോ ഇല്ല കുട്ടിയെ നീ ഇരുന്ന് കറക്കടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നീ കറക്കാൻ പറഞ്ഞു. അവൾക്ക് പേടി. അപ്പൊ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം, രണ്ട് പറയാൻ കറക്കാം, ബാക്കി നീ കറന്നോളാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോ ഇങ്ങനെ ഒന്ന് നോക്കി വാസനെ, പശു ഇങ്ങനെ നോക്കി. പശു നോക്കിയിട്ട് എന്നെ നക്കാൻ തുടങ്ങി പശു. ഞാൻ ശരിക്കും കറന്നു ഒരു ഒറ്റച്ചിരവും പാലം. ഇത് കണ്ടപ്പോഴും അവർക്ക് അത്ഭുതമായി, ഭയങ്കര. ഓ നിന്റെ ദൈവം ഭയങ്കര. ഞാൻ പറയും എന്റെ ദൈവമല്ല നിന്റെ ദൈവമാണ്. എനിക്ക് തന്നെ ഇത് നമുക്ക് ഏവർക്കും അവിടുന്ന് ദാനം തരുന്ന കരവാ മോളെ, അല്ലാതെ ഒന്നുമല്ല. അത് എന്റെ മഹത്വമല്ല മോളെ, ദൈവത്തിന്റെ കരവാണ്. നീ അത് വിശ്വസിക്കുക, എന്നെ നിങ്ങളെ പുകഴ്ത്തിട്ടൊന്നു പറഞ്ഞു. അങ്ങനെ ആ പശുവിനെ കറന്ന് അങ്ങനെ ആ കുടുംബം രക്ഷിക്കപ്പെട്ടു. അങ്ങനെ പക്ഷേ ചില കുടുംബങ്ങളിൽ രോഗിയായി കിടക്കുന്നുണ്ട്, അവര് വിളിക്കും പ്രാർത്ഥനയ്ക്ക്. ഇത് ഞാൻ തന്നെ അങ്ങ് വിഷമിക്കും, ദൈവം എന്തിനു എന്തെങ്കിലും അങ്ങനെ പക്ഷെ അങ്ങനെ ദൈവം എനിക്ക് അത്ഭുതം വിട്ടതില്ല. ഇതെല്ലാം കണ്ടിട്ടും എന്റെ ഭർത്താവിനോ എന്റെ അമ്മയ്ക്കോ ഒരു ചലനം വരുന്നില്ല. അവര് എന്നോട് എതിരൊന്നുമില്ല, എപ്പോഴും എന്നെ നല്ല രീതിയിൽ എന്നോട് ഇടപെടും. എന്നെ ഒരു വഴക്കോ ഒന്നും പറയില്ല. പിന്നെ ആരാധനയ്ക്കൊക്കെ പോയി താമസിക്കുമ്പോൾ അമ്മച്ചിക്കര് വന്നാലും അത് അമ്മച്ചിക്കിനെ മാറും കേട്ടോ. അപ്പൊ ഞാനൊന്നും മറുപടി പറയില്ല, ഒന്നും പറയില്ല. അങ്ങനെ അപ്പം ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന സഭയില്. അപ്പൊ എനിക്കങ്ങനെ സഭയ്ക്കകത്ത് പോയി പ്രാർത്ഥിക്കാൻ അനുവാദമില്ല, രാത്രി എന്നെ വിടിയല്ല. അപ്പൊ ഞാൻ എന്നെ അടുത്ത് പകലൊക്കെ പോകും, പകല് പോയി പ്രാർത്ഥിക്കും. ഞാൻ വ്യാഴം വെള്ളി ശനി അങ്ങനെ 3 ദിവസത്തെ ഉപവാസ ഞായറാഴ്ചയോടുകൂടി പ്രാർത്ഥന കഴിയും. ഭാഷ പറഞ്ഞ് സഹോദരി കാര്യം ചെയ്യും, ജോലി കാര്യങ്ങളാണെങ്കിൽ അല്പം ഒന്ന് മാറ്റി വെച്ചിട്ട്, പൈസകളുള്ളതുകൊണ്ട് പോയിട്ട് അല്പമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കർത്താവിന് വേണ്ടി സമയങ്ങൾ കൊടുക്കണം സഹോദരി, ഇതിങ്ങനെ പോയാൽ ശരിയാകില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഭാഷ എന്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഇരുന്ന് അപ്പം എന്റെ ഭർത്താവിനെ തൊടാൻ്റെ സമയങ്ങളായി വരുന്നത്. അപ്പൊ പുള്ളി ചെറുതായിട്ടൊക്കെ പക വയ്ക്കും. അപ്പൊ പിന്നെ ഞാൻ പറയാൻ പിന്നെ അടുപ്പം വീട്ടിലേക്ക് വരുമ്പോൾ പുള്ളി അടിക്കുകയില്ല കേട്ടോ. പുള്ളി പുറത്ത് പോയിട്ട് വലിക്കുമ്പോ വരുമ്പോ പുള്ളി വായിൽ വെള്ളമൊക്കെ കുടിച്ചിട്ട് വരുള്ളൂ, എന്നെ വലിക്കുകയില്ല. അങ്ങനെ ഇരുന്ന് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് വാസ്തവം ഇരുന്നില്ല, നടന്നുകൊണ്ടുള്ള രാത്രിയിലൊക്കെ കുത്തിയിരുന്ന് പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു കാഴ്ച കാണും. ഒരു ശരീരത്ത് വാഹനം കയറിയിട്ട് കഷ്ണം കഷ്ണങ്ങളായിട്ട് പടയുന്നതായിട്ട് ഞാൻ കാണുക. ഞാൻ ദൈവം ഇതെന്താ ഇങ്ങനെ കാണുന്നത്? അപ്പൊ എന്റെ ഭർത്താവിന് ഈ സെയിൽസ്മാനായിട്ട് ജോലിയുണ്ടല്ലോ, പാൽ സൊസൈറ്റി ചെറുതായിട്ട്. അപ്പൊ പുള്ളി രാവിലെ പാലും കൊണ്ട് പോകണമെന്നുണ്ട്, സൈക്കിളിലാണ് കൊണ്ടുപോകണേ. വീഡിയോ കാലിനകത്ത് പാലെടുത്ത് വെച്ച് കെട്ടിക്കൊണ്ട് പോകും. അപ്പൊ ഞാൻ പറഞ്ഞേ ചാ വളരെ സൂക്ഷിക്കണം കേട്ടോ, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട, ഇങ്ങനെ ഒരു ദർശനം കണ്ടു, അതെന്താന്ന് എനിക്ക് ശരിക്കറിയില്ല. അതിങ്ങനെ അപ്പൊ അമ്മച്ചി ഓടി വന്നിട്ട് അമ്മച്ചി പറഞ്ഞു അത് മോളെ ഇന്ന് ലോകത്ത് എന്തെല്ലാം നടക്കുന്നു അതൊക്കെ. ഞാൻ പറഞ്ഞു അങ്ങനെ ലോകത്ത് നടക്കുന്ന ദൈവമക്കളെ കാണിക്കല്ലേ, ഇതെന്തോ ഇത് വരാനുള്ള സംഭവമാണ്. അങ്ങനെ വെള്ളിയാഴ്ച ഞാൻ വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ ഞാൻ ഈ ദർശനം കണ്ട് അത് വിട്ട് പിന്നെ ശനിയാഴ്ച ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്നേരവും ഞാൻ കാണുന്നു, അത് പിന്നെയും ഞാൻ കാണുന്നു. പിന്നെ ഞാൻ പിന്നെയും കർത്താവ് ചോദിക്കും, കർത്താവ് ഇതെന്താ കാരണം, ഇതെന്തിനാ എന്നെ ഇതിങ്ങനെ കാണിക്കുന്നത്? ഈ കിടന്നിങ്ങനെ പെടയുക.
ഞായറാഴ്ച വൈകിട്ട് കണ്ടു. ഞായറാഴ്ച ഞാൻ ആരാധനയ്ക്ക് പോകാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് വെളുപ്പിന് എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ ചെറിയ കാപ്പി ഇതൊക്കെ പലഹാരം ചെറിയ പലഹാരമൊക്കെ ഉണ്ടാക്കി കാപ്പിയൊക്കെ ഉണ്ടാക്കി അമ്മയ്ക്കും മോനും കൊടുത്തു. ഞാൻ കഴിക്കും. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം മാത്രം ചായ കുടിക്കും. കൊടുത്തു. അങ്ങനെ ഞാനിത് കൊടുത്തു വെച്ചു. യാത്രയും പറഞ്ഞ് പുറകോട്ട് ഇങ്ങനെ ഇറങ്ങുക. ഞാൻ കൊച്ചുണ്ട്, എന്റെ പീരാമളന്ന് ചെറുതാ. അവൾക്ക് അന്ന് 8 വയസ്സോ പറ്റേ ഉള്ളൂ. അവള് ചെറുതാ. അവളെയും കൊണ്ട് ഞാൻ ഇറങ്ങുക. അപ്പൊ ഞാൻ പറഞ്ഞു, നോക്കട്ടെ നിങ്ങൾ കാപ്പി കുടിച്ചു. അങ്ങനെ ഞാൻ കൊടുക്കുന്ന കാപ്പി ഇവര് കഴിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഓടി വരുന്നു ആൾക്കാർ. ഞാനിങ്ങനെ ഒരു വണ്ടി ആക്സിഡന്റ് പെട്ടു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്നത് ചെറിയൊരു വഴി കഴിഞ്ഞിട്ട് മെയിൻ റോഡിലേക്ക് കയറണം. പാസ്റ്റേ ഞാൻ ആരാധിക്ക് പോവാം. അങ്ങനെ പോകും, കേറും. അങ്ങോട്ട് കേറിച്ചില്ല. കേറിച്ചില്ല കൊച്ചിനെ പിടിച്ചില്ല. അപ്പൊ ഒരു ജീപ്പ് വട്ടം വിട്ട് തിരിച്ചു വരും. അപ്പൊ ആ ജീപ്പിന് ഞാൻ സൈഡ് കൊടുത്തു, ഇങ്ങോട്ട് മാറി. അപ്പൊ ഒരു കല്യാണ ജീപ്പായി, കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി. ആ ആ ജീപ്പിന് ഞാൻ സൈഡ് കൊടുത്തിട്ട് ഇപ്പുറത്തോട്ട് മാറി. വേറെ ഇപ്പുറത്തോട്ട് വന്ന വണ്ടി എന്നെ ഇടിച്ചു, എന്റെ മുഖത്തേക്ക് കയറി. കൊച്ചിനെ കയ്യിൽ നിന്ന് വിട്ട്, അതെനിക്കറിയാൻ പറ്റില്ല. കൊച്ചിനെ എങ്ങനെയോ കൊച്ചിനെ കയ്യിൽ നിന്ന് മാറ്റി. ബൈബിളും എന്റെ കൊടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊച്ചിനെ കയ്യിൽ നിന്ന് മാറി. അന്ന് തലേദിവസം ശനിയാഴ്ച അവിടെ വലിയൊരു അമ്പലത്തിൽ ഒരു ഉത്സവം നടന്നു. അവിടെ ഈ ആൾക്കാരൊക്കെ കടത്തെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഈ പാവപ്പെട്ടവളെ കിടക്കുക. ഞാൻ റോട്ടിൽ വീണ് കിടക്കും. പറഞ്ഞ നേരം കൊണ്ട് ധ്യാനം കൊടുക്കും. ഇവിടുത്തെ പ്രകൃതി എന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ കിടന്ന് അന്യഭാഷ പറയുക. അപ്പൊ ഈ മുസ്ലിങ്ങളെ കൂടുതൽ അവരുടെ വിചാരം ഞാൻ മരിക്കുവെന്നാണ്. മരിക്കാനുള്ള പത്രാണ്. ഈ അന്യഭാഷയൊന്നും അവർക്കറിയത്തില്ല. ഞാനവിടെ നിന്ന് അപ്പൊ ഞാൻ ആ കിടന്ന കിടപ്പിൽ ബോധം കിട്ടില്ല. കേൾക്കണേ, എന്റെ ദേഹത്തോട് എന്റെ സാരി വണ്ടിയുടെ ടയറിൽ നിന്ന് വെച്ചെടുക്കുവാന്ന് പറഞ്ഞു. ദൈവത്തിന്റെ അത്ഭുത ഭാഷയെ. അങ്ങനെ ഞാൻ ആ കിടന്ന കിടപ്പ് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ദർശനം കിട്ടി. ആ കാണുക ഞാൻ, അതെനിക്ക് ഓർമ്മ വന്നു. അപ്പൊ നോക്കിയപ്പോ എന്റെ കാലത്തിന്റെ ശരീരത്തുണ്ട്, ഒന്നും പോയിട്ടില്ല, മുറിഞ്ഞു പോയിട്ടില്ല. ഏതായാലും അവിടെ ഞാൻ അന്യഭാഷ പറഞ്ഞു. പെട്ടെന്ന് എന്നെ കടത്തിനെ കൊണ്ട് കിടത്തി. ആ ആൾക്കാർ ഈ എടുത്ത കാപ്പി അവർ പിടിച്ചു തരുന്നുണ്ട്. ആള് ഒരു ബോട്ടുമായിരുന്നു. അവിടെ നിന്ന് ഓടി വന്നു നോക്കിയപ്പം എന്നെ ഇങ്ങനെയാണ്. ആ വന്ന വഴിക്ക് പുള്ളി എന്തെടുത്ത്, പുള്ളി ഉടനെ പുള്ളിയുടെ കയ്യിലിരുന്ന വീഡിയോസ് എടുത്തെടുത്ത് ചുരുട്ടിയെടുത്ത് എനിക്ക് ഈ ദൈവം മതി എന്ന് പറഞ്ഞ് പുള്ളി കൈ ഉയർത്തി റോട്ടിൽ നിന്ന്, ഈ ദൈവം എനിക്ക് മതി എന്ന് പറയാം. അങ്ങനെ എന്റെ കർത്താവ്, എന്റെ പ്രിയപ്പെട്ടവൻ ദൈവസന്നിധിക്ക് വരാൻ, ഈ ദൈവം എനിക്ക് മതി എന്ന് പറഞ്ഞ് പുള്ളി കർത്താവിന്റെ സന്നിധി സാക്ഷി പറഞ്ഞു. പെട്ടെന്ന് ആൾക്കാർ കൊണ്ട് എന്നെ കൊണ്ട് ചെക്കപ്പ് ഹോസ്പിറ്റലിൽ കൊണ്ട് ഒടിഞ്ഞില്ല, ചതവുണ്ട് നല്ലോണം. പിന്നെ ഈ ഡ്രൈവറെ കൊല്ലാൻ വേണ്ടി ഡ്രൈവറെ പിടിച്ചു ചെറുപ്പക്കാരനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യരുത്, ഇത് ദൈവം എനിക്ക് വരുന്നതാണ്, ദൈവനാമ മഹത്വത്തിനാണ് പറഞ്ഞു. എന്നെ കൊണ്ട് പിന്നെ കുറെ ചതവ് പറ്റി കൈ കാലിനൊക്കെ. അല്ല, ഒരു അസ്ഥി ഒടിയുമായിട്ട് എല്ലാവരും അതിശയം പറയും. അവിടെ കിടന്ന ആൾക്കാർ പറയും, ഈ ഈ കുട്ടിയുടെ ദേഹത്ത് വണ്ടി കയറുന്നത് ഞങ്ങൾ കണ്ടതാണ്, ഇത് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു ഭാഷ. ഇതെല്ലാം ദൈവം മുൻകൂട്ടി എന്നെ കണ്ട്. അങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവൻ ഇതിലേക്ക് കടന്നു വന്ന് ആ പ്രിയപ്പെട്ടവർ പിന്നെ ഞങ്ങൾ ഒന്നിച്ച് അതൊക്കെ തന്നെ 86 അല്ല 83 എന്റെ സ്നാനം. എന്റെ സ്നാനം നടന്നത് അവര് 3 വർഷം പള്ളി അന്ന് തുടങ്ങി. എന്റെ ഭർത്താവിന് പള്ളിയിൽ പോയി തുടങ്ങി. പിന്നെ അമ്മയുണ്ട് ബാക്കി. അപ്പൊ ഞാൻ അമ്മയ്ക്ക് മാനസികമായ വിഷമമായി. അമ്മയോട് പറഞ്ഞു, അമ്മ ഒന്നിനും വിഷമിക്കണം. അപ്പം അമ്മയുടെ അനുവാദം കൂടാതെ മോന് വരാൻ പറ്റില്ല. അപ്പൊ അമ്മ പറഞ്ഞു, ഇത്രയൊക്കെ സംഭവിച്ചല്ലേ, ഏതായാലും അവള് പറയുന്ന പോലെ കേട്ടോ. ഞാൻ അവളുടെ ജീവിതം ആകെ മാറ്റി. എനിക്ക് അവളോട് ഒന്നും പറയാൻ പറ്റില്ല. അവിടെ ഞാൻ വരുന്നില്ല മോനെ, നിങ്ങൾ മക്കളാൻ പറഞ്ഞു. അമ്മ വരണ്ട. അങ്ങനെ പിന്നെ എല്ലാ ആഴ്ചയിലും ഒന്ന് വരാൻ സമ്മതിക്കൽ. പുള്ളി ഇടയ്ക്ക് വരും, ആരാധന കൂടും. അത് കഴിഞ്ഞപ്പം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു പനിയൊക്കെ പിടിച്ച്. പനി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് അവിടെ അടുത്ത് അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു, ഒന്നും മാറില്ല, ഭയങ്കര. അപ്പൊ ഈ ദേവദാസൻ ഇടയ്ക്കിടയ്ക്ക് കയറി വരുമ്പോൾ അമ്മ ഇങ്ങനെ ദേവദാസനോട് അത് ഇതൊക്കെ പറയും, ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കാനാണോ എന്നൊക്കെ ചോദിക്കാൻ അറിയില്ലാത്തല്ലോ. ദേവദാസൻ ചിരിച്ചോട്ട് പ്രാർത്ഥിക്കുന്നു. പനി അങ്ങോട്ട് കണ്ടപ്പോൾ അങ്ങോട്ട് രോഗം ചെയ്തിട്ടും ഇത് എന്നോട് പറഞ്ഞു, എന്നെ വിളിച്ചു, മോളെ എന്നാ അമ്മേ, അമ്മോനെ ആ പാസ്റ്റേനെ വിളിക്കാൻ പറഞ്ഞു. എന്തിനാ അമ്മച്ചി? അമ്മ മോളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അമ്മച്ചിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാലോ. ഇല്ല മോനെ, പാസ്റ്ററോട് പറഞ്ഞു, എനിക്ക് ആ പാസ്റ്ററോട് ചില കാര്യങ്ങൾ പറയാനുള്ളൂ. വിളിക്കാമല്ലോ പറഞ്ഞു. പെട്ടെന്ന് എന്റെ കൊച്ചുങ്ങളെ വിളിച്ച് പാസ്റ്റർ വന്നു. പാസ്റ്റർ വന്നു പറഞ്ഞ അമ്മ പാസ്റ്ററോട് നമുക്ക് എന്തെല്ലാം വിദ്വേഷം ഉണ്ടോ അതെല്ലാം അമ്മ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അമ്മയുടെ പനി പൂർണ്ണ വിടുതലായി. അപ്പൊ പിന്നെ അന്ന് തുടങ്ങി. അത് കഴിഞ്ഞ് അമ്മ സ്നാനപ്പെട്ട്
അപ്പൊ എന്റെ കുടുംബം മുഴുവൻ സ്ഥാനപ്പെട്ട് നേരത്തെ അപ്പച്ചന്റെ ഈ രക്ഷയിൽ വന്നതുകൊണ്ട് അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞ എല്ലാവരും സ്ഥാനപ്പെട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ എല്ലാം മറുതലിച്ചു നിൽക്കുന്നത് ഒരവസ്ഥയാണ് മാസിനെ. പക്ഷെ ദൈവം എന്നെ പിടിച്ചപ്പം പൂർണ്ണമായിട്ട് പഠിപ്പിച്ച് അത് കഴിഞ്ഞ് പാസ് എനിക്ക് ഓരോ പ്രയാസങ്ങൾ വന്നിട്ട് എന്റെ ഓപ്പറേഷൻ എനിക്ക് ഭയങ്കര ഓപ്പറേഷൻ ഉണ്ട്. ഈ നമ്മള് 86-ലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് തൃശ്ശൂരിൽ. നല്ല ആത്മീയത. അങ്ങനെ 86-ൽ തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഒരു അസ്വസ്ഥത ഇരിക്കാനായിട്ട് ഞങ്ങളുടെ കണ്ടിന്യൂ ആ അസ്വസ്ഥത നേരിട്ട് എന്റെ ന്യൂട്രൽസിന്റെ ഒരു മഴയെന്ന് പറഞ്ഞാൽ തേങ്ങ മുഴുപ്പിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. ഭയങ്കര വേദന. അങ്ങനെ കൊണ്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു തരത്തിലും ചെയ്യാൻ പറ്റില്ല, ഒരു ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേഷൻ കൂടി ഓപ്പറേഷൻ, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയല്ല, അത് മാറ്റമുണ്ട് പറഞ്ഞു. അപ്പൊ ചെക്കപ്പ് ചെയ്തപ്പോൾ പറഞ്ഞു തീരുമാനിച്ച് ക്യാൻസർ. അത് വെച്ചോണ്ട് 2-3 ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച അന്നാണ് എന്റെ റീനാമോള് അഭിഷേകം പ്രാപിക്കുന്നു. ദൈവാത്മാവിന്റെ ശക്തി അവളെ പ്രവചിക്കുക, അവളെ കൂടി പ്രവചിക്കുക, രാത്രി പ്രവചിക്കുക എന്നോട്. എന്റെ പിറ്റേ ദിവസം എന്റെ അപ്പനും അമ്മ എല്ലാവരും വന്ന് പിറ്റേ ദിവസം ഓപ്പറേഷനും കൊണ്ടുപോകുമ്പോൾ എല്ലാം പൈസ എല്ലാം തയ്യാറാക്കിയിട്ടിരിക്കുക. അന്ന് അവള് പറഞ്ഞു, മകളെ നിന്റെ രോഗത്തെ ഞാൻ നിനക്ക് മാറ്റിക്കളഞ്ഞ് എന്റെ കാര്യം നിനക്ക് അവൾ എന്നോട് പ്രവചിക്കുക. കൊച്ചു മോള്, എന്റെ മോള്. പിറ്റേ ദിവസം ഡോക്ടറേക്ക് ചെല്ലുമ്പം ഓപ്പറേഷത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒരുക്കി ഡോക്ടർ എന്നെ റൂമിലേക്ക് പരിശോധിക്കാൻ വേണ്ടി കയറിയപ്പോ പറഞ്ഞു, അന്നമ്മ ഭാഗ്യവതിയാ, അന്നമ്മയ്ക്ക് ആ രോഗം ഇപ്പാടെ കാണുന്നില്ല. ഇതൊരു ഭയങ്കര അത്ഭുതമായി പോയി. അത്രയൊക്കെ ഞാൻ അനുഭവിച്ചതാണ് പാസ്റ്റർ. എന്റെ ദൈവത്തിന്റെ ഒരു വലിയ ആ ഒരു ശക്തിയും ആ ഒരു വിടുതലും ഇന്നും അതൊക്കെ എനിക്ക് ഓർക്കാൻ പാടില്ല. അതുപോലെ പിന്നെ ഞാൻ ഓർക്കും, കർത്താവ് ഇത്രമേൽ ചെയ്യാൻ ഞാൻ എന്തുള്ളൂ എന്ന് ആ ദിവസം ഞാൻ പാസ്റ്റർ അത്രയൊക്കെ കാര്യം എന്റെ ദൈവം ചെയ്തു. ഇനിയുള്ള സമയങ്ങളും കഴിഞ്ഞ ഇടയ്ക്കും എനിക്കിപ്പോ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ 2 എടുത്തുള്ളൂ. അപ്പൊ ഒരു ബ്ലോക്ക് എടുത്തപ്പോൾ 2 എടുത്തപ്പോ ഡോക്ടർ പറഞ്ഞു ഉടനെ ഒരെണ്ണം കൂടെ ചെയ്യണം, ഇപ്പൊ തന്നെയാ ചെയ്യുന്നത് താമസിക്കുന്നത്. ഇപ്പൊ ആ ഡോക്ടർ പറഞ്ഞു ആ ബ്ലോക്ക് ഇല്ല, അത് മാറിപ്പോയി, അതില്ലാന്ന് പറഞ്ഞു. അത് എന്താണെന്നറിയത്തില്ല എന്റെ ശരീരത്തിൽ, പക്ഷെ എനിക്കുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും എന്റെ ശരീരത്തെ ദൈവം എന്നെ ഇത്രത്തോളം സ്നേഹിപ്പാൻ ഞാൻ എന്തെന്നെ അവർക്ക് അങ്ങേക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ ഓർക്കും പാസ്റ്റർ. അപ്പൊ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തത് ദൈവത്തിന്റെ ഒരു വലിയൊരു കാര്യം. ഇന്ന് അനേകർക്ക് രോഗം നോക്കുമ്പോൾ ഞാനിരുന്ന് കരയും, കർത്താവെ എനിക്ക് എത്ര രോഗസഹിക്കും ദൈവം എനിക്ക് തന്ന കർത്താവെ, അവരെയും സൗഖ്യപ്പെടുത്തുന്നതെന്നും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പൊ എനിക്ക് ഇറങ്ങാനോ പ്രവർത്തിക്കാനോ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ വിശ്രമത്തിരിക്കുന്നു കേട്ടോ. ആകുന്ന കാലത്തൊക്കെ ചെയ്ത് അങ്ങനെ അത്രയും സന്തോഷമായിട്ട് നടത്തുന്നു. എന്റെ മൂത്ത മോനും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിരിക്കുന്നു. എന്നെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവരും എന്നെ ഓർത്ത് പ്രത്യേകം ഇതിന് തന്ന അവസരം തന്ന ആരോമൻ TV പ്രേക്ഷകര് കാണുന്നവർക്ക് വേണ്ടി ഞാൻ പറയട്ടെ, അവർക്കും ഇങ്ങനെ ആരും ദുഃഖിക്കണ്ട. ഒരു രോഗം വരുന്നോർത്ത് നമ്മൾ ദുഃഖിക്കണ്ട. ആ രോഗത്തെ നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങോട്ട് പരമേൽപ്പിച്ചങ്ങ് കൊടുത്താൽ മതി. നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ട് കൊടുത്താൽ ആ രോഗം നമുക്ക് സൗഖ്യം തരുന്നു. ഞാൻ അനുഭവിച്ചുകൊണ്ട് ആ ഒരു അനുഭവസാക്ഷിയാണ് എന്റെ പേഴ്സണോട് ഞാൻ പറയുന്നത്. അവരെല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെയും ഞങ്ങളുടെ കുടുംബത്തെയും ഇത്രയും അവസരം എന്ന ദൈവദാസന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് എന്റെ ഈ ചെറിയ സാക്ഷി ഞാനങ്ങ് വിവരിക്കും. മഹാപരിശുദ്ധരും സ്നേഹവാനുമായിരിക്കുന്ന സ്വർഗ്ഗപിതാവേ, നന്ദിയോട് വാഴ്ത്തുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവം ഇങ്ങനെ ഒരു അവസരം കർത്താവേ ആരോമ TV കർത്താവേ ദൈവദാസൻ മുഖേന ഇങ്ങനെ ഒരു അവസരം തന്നതിനായി സ്തോത്രം. അടികളെ സാക്ഷ്യങ്ങൾ കഴിഞ്ഞ പ്രസ്താവിക്കാൻ ദൈവം സഹായിച്ചല്ലോ. കേട്ട പ്രേക്ഷകരെ ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവര് ദൈവം ഈ സാക്ഷ്യം കേട്ട് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കാൻ തക്ക ഇടയാക്കണം. രോഗക്കിടക്കെ കിടക്കുന്നവർക്ക് വിടുതൽ കൊടുക്കണം കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ദേവദാസനെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ദേവദാസനെ ബലപ്പെടുത്തിയിട്ട് അനേകരുടെ സാക്ഷ്യങ്ങൾക്ക് കർത്താവേ ഇങ്ങനെ കേൾക്കുവാൻ ഇടയാക്കണം. അത്ഭുതത്തിന്റെ കർത്താവ് അടയാളത്തിന്റെ സാക്ഷ്യമാണ്. ഞങ്ങൾക്ക് ദൈവം ചെയ്ത കർത്താവ് പ്രവൃത്തി ഞങ്ങൾക്ക് മാറ്റി വെക്കുവാൻ സമ്മതിക്കില്ല എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ അഴകളെ തിരിക്കരങ്ങളിൽ ഞങ്ങളുടെ ഭവനത്തെ ഏൽപ്പിക്കുന്ന, കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവിലായിരിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ്. അഴകളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയും യാതനയും കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ കൃപയുടെ കേൾക്കുമാറാണ് പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ അന്നമ്മ ആന്റി. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് ബലപ്പെടുത്തിയതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയും. കർത്താവിന്റെ ദാസ്യമുള്ളതായ നന്ദി സ്നേഹക്കടപ്പാട് അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യം ദീർഘായുസ്സും കർത്താവ് തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ആമേനെ അടുത്തു വരുവാൻ കർത്താവ് ഒരുക്കിയ ആ അനുഭവങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നുപോയി എന്ന് കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. എങ്കിലും അതിൻ്റെയൊക്കെ നടുവിൽ ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നു.
ആ പദ്ധതിയിലേക്ക് കർത്താവ് കരം പിടിച്ച് നടത്തിയിരുന്നത് കൊണ്ട് ആ പ്രശ്നങ്ങളുടെ നടുവിൽ, ആ തകർച്ചയുടെ നടുവില് അകപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണയിലും ദൂതന്മാരുടെ കാവലിലും പരിപാലനത്തിലും കർത്താവ് കൂടെ ഇരുന്നു, വഴി നടത്തി ഇന്നയോളം ദൈവം കൊണ്ടുവന്നു. അനുഗ്രഹിക്കപ്പെട്ട മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ വിവിധ ഇടങ്ങളില് ആയിരിക്കുന്നു. കർത്താവിന്റെ വേലയിലായിരിക്കുന്ന പ്രിയ മക്കളെ, വിശേഷിയാല് റീന സിസ്റ്റർ കുടുംബം അവരെയൊക്കെ ഇത്തരണത്തിൽ ഓർക്കുന്നു. കർത്താവിന്റെ ദാസനും ദാസിയും അരോമ TV-യിൽ അവരുടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് ഇടയായി തീർന്നിട്ടുണ്ട്. ആ കുടുംബത്തെ ഇത്തരണത്തിൽ ഞാൻ സ്മരിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാത്സല്യ മാതാവിനെ കർത്താവ് പിന്നെയും സൗഖ്യ ആരോഗ്യ ദീർഘായുസ്സും കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV-യുടെ എല്ലാ പ്രേക്ഷകർക്കും ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മടിക്കരുത്. പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. അതിൽ നിങ്ങൾ പങ്കാളികളാകുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.